ഗോപാലകൃഷ്ണ ഗോസ്വാമി പ്രഭാതസ് സാത്യഞ്ജ പ്രകാശായ വിധിയതേ പ്രചാരം കൃത്വാൻ സാധു ഭഗവത്പദായതേ നമോ നമ. ഓ അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമ. തസ്മൈ ശ്രീ ഗുരുവേ നമ. തസ്മൈ ശ്രീ ഗുരുവേ നമ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ഉഗ്രം വീര്യം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖം നരസിംഹം ഭീഷണം ഭദ്രം മൃത്യുമർത്തിം നമാമികം. ഉഗ്രം വീര്യം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖം നരസിംഹം ഭീഷണം ഭദ്രം മൃത്യുമർത്തിം നമാമികം. ഉഗ്രം വീര്യം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖം നരസിംഹം ഭീഷണം ഭദ്രം മൃത്യുമർത്തിം നമാമികം. ശ്രീ ശ്രീ നരസിംഹ ഭഗവാന് കീ ജയ്, നരഹരി കീ ജയ്, പ്രഹ്ലാദ് മഹാരാജ് കീ ജയ്. ജയ 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 ശ്രീരാധീശ. ഭഗവാന്റെ അവതാരമാണ് വരുന്നത്. എന്നും ഭഗവാൻ ഓരോ തരത്തിൽ അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ തന്നെ അവതരിക്കുന്നുണ്ട്. പക്ഷേ കലാമാതാജി, ഞാന് മാതാജിമാരുടെ ഒരു മനസ്സ് എനിക്കറിയാവുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. പള്ളിച്ചിലൊക്കെ പോകണമെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ പട്ടാഴിയിലൊക്കെ വരണമെന്നുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, വീട്ടുകാർ സമ്മതിക്കുന്നില്ല അല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? ഏതെങ്കിലും ഒരു വീട്ടിൽ സ്ഥലമുള്ള ഒരു വീട്ടില് നിങ്ങൾ കീർത്തനങ്ങൾ ചൊല്ലുക, ഭഗവാനെ സ്തുതിക്കുക. അതേപോലെ ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലിയിട്ട് അങ്ങനെ ഇഷ്ടംപോലെ കീർത്തനം ഉണ്ടല്ലോ ഭഗവാനെ സ്തുതിക്കുന്നത്. അങ്ങനെ ഒരു 12 മണി വരെ നിങ്ങൾ ആ വീട്ടിൽ തന്നെ, നിങ്ങൾക്ക് അറിയാമല്ലോ വൈഷ്ണവര് തന്നെയല്ലേ എല്ലാവരും. അതുകൊണ്ട് ഞങ്ങളൊക്കെ ഇപ്പം ഞാൻ ഈ നാട്ടിൽ, എൻ്റെ നാട്ടിൽ ചെയ്യുന്നത് എത്രയോ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. എല്ലാ മാതാജിമാരെയും കൂടെ ഒരുമിച്ച് വരുത്തിയിട്ട് വീട്ടിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വീട്ടില് എല്ലാ മാതാജിമാരും തയ്യാറാണെന്നുള്ളതാണ്. അങ്ങനെ അത്രയും പോസിറ്റീവ് എനർജി അല്ലേ അവരുടെ വീടുകളിൽ കിട്ടുന്നത്. അന്നേരം അവിടെ ഇരുന്നിട്ട് ഭഗവാനെ സ്തുതിക്കുക, കീർത്തനങ്ങൾ ചെല്ലുക. എന്നിട്ട് പിന്നെ ലഡുഗോപാലം ഉണ്ടെങ്കിൽ അതിന് അഭിഷേകം ചെയ്യുക. 12 മണിയാവുന്ന സമയത്ത് കൃഷ്ണ അവതാരമുണ്ട്, നമുക്ക് നാരായണീ ബുക്കിലും ഉണ്ട്, അതേപോലെ തന്നെ ഭാഗവതത്തിലും ഉണ്ട് കൃഷ്ണാവതാരം. അന്നേരം ആ പാട്ട് എടുത്തു വെച്ച് വായിച്ചതിന് ശേഷം കുറെ സ്തുതികളൊക്കെ ചൊല്ലി പിന്നെ പ്രസാദമൊക്കെ എല്ലാവർക്കും കൊടുത്ത്, പ്രസാദം എന്തോ ഭഗവാനെ ഏറ്റവും ഇഷ്ടപ്പെട്ടതാ പാൽപായസം, അതേപോലെ ഉണ്ണിയപ്പം. കൂടുതൽ പ്രസാദമൊന്നും ഉണ്ടാക്കാൻ നിൽക്കണമൊന്നും ഇല്ല. അങ്ങനെ പ്രസാദം എല്ലാവർക്കും കൊടുത്തു നല്ല സന്തോഷമായിട്ട് തിരിയാം. ഒരു 12 ആകുമ്പോഴത്തേക്ക് അവനവൻ്റെ വീട്ടിലെത്തുകയും ചെയ്യാം. എനിക്ക് ആണുങ്ങളുടെ മനഃശാസ്ത്രം ശരിക്കും അറിയാവുന്നതുകൊണ്ടാണ് പറയുന്നത്. പെണ്ണുങ്ങൾ എല്ലാ സമയത്തും ദൂരമൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാകും. ആ ഇറിറ്റേഷൻ ഇല്ലാതെ എന്നാൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടക്കുകയും വേണം. അങ്ങനെയുള്ള ആ ഒരു സ്ഥിതിയിൽ നിങ്ങൾ ഇങ്ങനെ വീടുകളിൽ നിങ്ങളിങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുക. എവിടെ ആയിക്കഴിഞ്ഞാൽ, ഹരിപ്പാടായി കഴിഞ്ഞാലും കൊല്ലത്തായി കഴിഞ്ഞു കഴിഞ്ഞാലും ഏത് സ്ഥലത്തായി കഴിഞ്ഞാലും ഇങ്ങനെ വീട് അന്നേരം നിങ്ങൾ ചോദിക്കും അമ്പലമോന്ന്. ശരിയാ, പക്ഷെ നമുക്ക് ഇത്രയും ദൂരം, നമുക്ക് നമ്മുടെ ഇസ്കോൺ അമ്പലങ്ങൾ ദൂരെ ആയതുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള അറേഞ്ച്മെന്റുകൾ ചെയ്യാം. ഭഗവാൻ എവിടെയുണ്ട്. ഭഗവാൻ ഉലകം മൊത്തം ഭഗവാന്റേതാണ്. എവിടെയാ ഭഗവാൻ ഇല്ലാത്ത? ഉലകം നിറഞ്ഞു നിൽക്കുന്നതാണ് ഭഗവാന്. ആ ഭഗവാനെ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരണം. ഭഗവാൻ പറയുന്നുണ്ട്, ഒരു സ്റ്റെപ്പ് ഞാൻ അങ്ങോട്ട് നമ്മൾ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ 10 സ്റ്റെപ്പ് നമ്മുടെ ഇങ്ങോട്ട് വെക്കുന്നുള്ളൂ. എനിക്കത് അനുഭവം കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഓരോ കാര്യങ്ങളും എൻ്റെ അനുഭവത്തിൽ കൂടിയാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അസത്യമായിട്ട് വന്നിട്ടുമില്ല എന്നുള്ളതാണ്. എൻ്റെ ഒരു ചുണയല്ല ഇത്. ഭഗവാൻ എന്നെ നടത്തുന്നു, ആ ഒരു കാര്യം മാത്രമേ ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. നമുക്ക് ഒരു ചുണയില്ല, ഒന്നുമില്ല. നമുക്ക് ഭഗവാന്റെ ഈ അംശം ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ നടക്കുന്നതും ഇരിക്കുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വിഷമിക്കേണ്ട ആവശ്യമേ ഇല്ല. നമ്മുടെ വീട്ടിലെ അന്തരീക്ഷവും നോക്കി വേണം എല്ലാ കാര്യങ്ങളും പെരുമാറാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ എന്താ, ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, നിങ്ങളുടെ കർമ്മങ്ങളും ചെയ്തുകൊണ്ടേയിരിക്കണം. ആ കർമ്മ ഫലേച്ഛ കൂടാതെ നമ്മൾ കർമ്മം ചെയ്ത് കഴിഞ്ഞാൽ, അർജുനനോട് ഭഗവാൻ അത് തന്നെയല്ലേ പറഞ്ഞത്, എല്ലാത്തിനും നമ്മളെ ഓരോ നിമിത്തമാക്കുക. ഒരു പക്ഷേ ഉണ്ടല്ലോ, പള്ളിച്ച് വരാൻ പറ്റാത്ത ആൾക്കാർക്ക് നമ്മൾ ഇങ്ങനെയുള്ള അറേഞ്ച്മെന്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നോൺ ഡിവ്യൂട്ടീസ് ആരും ഇല്ല, എല്ലാവരും ഭഗവാന്റെ ഭക്തന്മാര് തന്നെയാണ്. പക്ഷെ അവരെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരണം, അത്രയേ ഉള്ളൂ നമ്മുടെ പണി എന്നുള്ളതാണ്. കാരണം വീടിന്റെ അടുത്തൊക്കെയുള്ള ആൾക്കാരും ഉണ്ട്, അവരെല്ലാം ഇതേപോലെ ഞങ്ങൾ ജന്മാഷ്ടമി സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും വരും. അന്നേരം കുറെ ആൾക്കാരെ നമുക്ക് ഇതിനകത്ത് പങ്കെടുക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നേ, വിഷമിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല കേട്ടോ. ഹരേ കൃഷ്ണ, ഹരിഗോ. എല്ലാ സ്മൃതികൾക്കും
എൻ്റെ ഈ ക്ലാസ്സിലേക്ക്, എൻ്റെ ക്ലാസ് അല്ല ഭഗവാന്റെ ക്ലാസ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ക്ലാസ്സുകളും ഭഗവാൻ ഇങ്ങനെ കൊണ്ടുതരുന്നതാണ്. നമ്മുടെ ഒന്നുമില്ല, നമ്മുടെ ഒരു ചുമയില്ല. ഐ തൂ തൂ, മേ എന്നുള്ള ആ ഒരു ചിന്തയെ നമ്മൾ വെക്കാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഭഗവാന്റെ ഈ ക്ലാസ്സിലേക്ക് സുസ്വാഗതം. ഹരേ കൃഷ്ണ, ഹരി ബോൾ. എല്ലാവരും നല്ല മൂഡിലാണ്, നല്ല ജപമൊക്കെ ചെയ്ത് നല്ല എന്തെല്ലാം കേട്ട് ചൈതന്യ ശിഷ്ടാചാര്യമൊക്കെ ക്ലാസ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? എനിക്ക് കയറണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ ആ സമയം എനിക്ക് എൻ്റെ വീട്ടിലെ കുറെ സേവകളുണ്ട്, അതുകൊണ്ട് ആ സമയത്ത് കയറാൻ പറ്റുന്നില്ല. അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടമായി ഇതൊക്കെ തന്നെ. ഓക്കെ, ഹരിബോ, ഹരേ കൃഷ്ണ. നമുക്ക് ഇന്നാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷഡ്വൈരികളെ പറ്റിയാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാനല്ല ഭഗവാൻ. കാമക്രോധ മോഹ ലോഭ മന്ദ മാത്സര്യം. ഈ കാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹങ്ങൾക്കാണ് നമ്മൾ കാമം എന്ന് പറയുന്നത്. ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ആഗ്രഹത്തിന് ഒരു അതിർവരമ്പുണ്ടോ? ഇല്ല, ഒരിക്കലും ഒരു അതിർവരമ്പും ഇല്ല. പൂന്താനം പറഞ്ഞതുപോലെ എന്താണ്, 10 കെട്ടുകൾ, 20 കെട്ടുകളോ, 100 കെട്ടുകൾ, 1000 കെട്ടുകൾ, 1000 കെട്ടിക്കഴിഞ്ഞാൽ 10,000, പിന്നെ ലക്ഷങ്ങള്, പിന്നെ കോടികള്. ഇപ്പോഴത്തെ ഈ കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടികൾക്കാണ് പ്രാധാന്യം എന്നുള്ളത്. പൈസയും കൊണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ 500 രൂപയ്ക്കൊന്നും ഇപ്പൊ ഒരു വിലയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് എന്താ നമ്മൾ ചെയ്യേണ്ടത്? കാമം, ആഗ്രഹം. ആഗ്രഹത്തിന്റെ ഒരു കഥ ഞാൻ നിങ്ങൾക്ക് പറയാം. എൻ്റെ കൊച്ചുങ്ങൾ ഭയങ്കര ഇഷ്ടം അവർക്ക് കഥ കേൾക്കാൻ വേണ്ടിയിട്ട്. ആ കഥയെ കൂടി കാര്യം അവതരിപ്പിക്കും. നമ്മൾ പുരാണങ്ങൾ എന്ന് പറഞ്ഞ എന്തായിരുന്നു? വേദവ്യാസൻ എന്താണ് ഭയങ്കരമായിട്ട് വേദങ്ങളെ അങ്ങോട്ട് ഒരുപാട് അങ്ങോട്ട് വേദത്തിനെ തന്നെ 4ആയിട്ട് വിഭജിച്ച് 4 ദേശത്തേക്കും ശിഷ്യന്മാരെ വിട്ടു. പക്ഷെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആർക്കും ഒന്നും മനസ്സിലായില്ല. പിന്നെ ഉപനിഷത്തുകൾ എഴുതി, അതിനും ഒന്നും ആർക്കും ഒന്നും മനസ്സിലായില്ല. കോമൺ പീപ്പിളിന്റെ ഇടയിൽ ചെന്ന് നമ്മൾ പ്രചാരമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിരിക്കണം. അല്ലെങ്കിൽ എന്താ പറ്റുന്നത്? ഞാനിപ്പോ ഇങ്ങോട്ട് വന്നിട്ട് കുറെ നാരായണത്തിലോ അല്ലെങ്കിൽ ഭാഗവത്തിലോ അല്ലെങ്കിൽ ഭഗവത്ഗീതയിലോ കുറെ സംസ്കൃത കടിച്ച പൊട്ടാത്ത വാക്കുകൾ നിങ്ങളുടെ അടുത്ത് ടു പറഞ്ഞു കഴിഞ്ഞാല് അതിന് യാതൊരു വിലയില്ലാതാവും. നിങ്ങൾ വിചാരിക്കും മാതാജി എന്താ പറയുന്നത്, ഒന്നും മനസ്സിലാവുന്നില്ലെന്ന് പറയും. അതുകൊണ്ട് എന്താ, പുരാണങ്ങളെ വേദവ്യാസൻ അവസാനത്തെ ട്രിക്കായി എടുത്തത് എന്തുകൊണ്ടാ? പബ്ലിക്കിനെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പൊതുജനങ്ങൾക്ക് അവർക്ക് ഭഗവാന്റെ ആ കാരുണ്യം, കൃപ, കടാശം അവരിൽ എങ്ങനെ എത്തിക്കും എന്നുള്ളത് ഓർത്തപ്പോഴാണ് അദ്ദേഹം പുരാണങ്ങൾ ചമച്ചത്. പുരാണങ്ങൾ എന്താണ്? കഥകളിൽ കൂടി കാര്യങ്ങൾ പറയുക. അന്നേരം നമ്മുടെ ഈ ഷഡ്വൈരികളിലെ ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ കാമം, ആഗ്രഹം. ഈ ആഗ്രഹത്തിന്റെ ഒരു കഥയാണ് ഞാൻ പറയുന്നത്. യയാതിയുടെ കഥയാണ് ഞാൻ ഈ പറയുന്നത്. യയാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗവതത്തിലെ ഏറ്റവും അതിവിശിഷ്ടമായിട്ടുള്ള ഒരു കഥാപാത്രമാണ്. യയാതി ഒരു രാജാവായിരുന്നു. അത് വളരെ ധർമ്മിഷ്ഠനായിട്ടുള്ള ഒരു രാജാവ്, വളരെ സത്യസന്ധമായിട്ട് രാജ്യം ഭരിച്ചുകൊണ്ട് പോകുന്നു. നമ്മൾ എങ്ങനെയാ കൂടുതലും ആൾക്കാർ കലിയുഗത്തിൽ എന്താണ്, എല്ലാം ദിഗാവ് എന്ന് പറഞ്ഞാൽ കാണിപ്പില്ല. ഉള്ളിന്റെ ഉള്ളിൽ നിന്നിട്ട് ആത്മാർത്ഥമായിട്ട് വരുന്ന സേവ ഇപ്പം കാണാനേ ഇല്ല. അത് ഭാഗവതത്തിൽ തന്നെ പറയുന്നുണ്ട്. ശിഷ്ടരായിട്ടുള്ള ആൾക്കാരെ ഇകഴ്ത്താനും ദുഷ്ടരായിട്ടുള്ളവരെ പുകഴ്ത്താനും കൊണ്ടുമാണ് ഈ കലിയുഗം തന്നെ എന്നുള്ളതാണ്. അങ്ങനെ തന്നെയാ സംഭവിക്കുന്നതും. ആത്മാർത്ഥത എവിടെയുണ്ടോ അവിടെ യാതൊരു വിലയില്ല. അതിന് നമുക്ക് സ്പഷ്ടമായിട്ടുള്ള എക്സാമ്പിൾസ് ഒരുപാടുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ദുഷ്ടനെ പന പോലെ ഉയർത്തും, പക്ഷേ എന്താണ്, അവനെ അതേപോലെ താഴ്ത്തിക്കൊണ്ടുവരും. അതുകൊണ്ട് നമ്മൾ ഏത് പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഇതെന്റെ സേവയാണ്, ഞാനിത് ഭഗവാന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ സേവടി, നമ്മുടെ സേവടിയൊന്നും ആവശ്യമില്ല. ഭഗവാൻ എന്താണ്, എല്ലായിടവും നിറഞ്ഞു നിൽക്കുന്നതാണ് ഭഗവാന്. പിന്നെ എന്താ ചെയ്യുക? സച്ചിദാനന്ദ മൂർത്തിയാണ് ഭഗവാന്. ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിർ ആദിർ ഗോവിന്ദ സർവകാരണ കാരണം. എല്ലാത്തിന്റെയും കാരണമായിട്ടുള്ള അകാരണമായിട്ടുള്ള ഈശ്വര ഭഗവാനെ, ഈശ്വരനെ, സച്ചിദാനന്ദ പരബ്രഹ്മത്തിന് എന്താണ് നമ്മുടെ സേവയുടെ ആവശ്യം? ഒന്നുമില്ല. എന്നിട്ട് ആ ഭഗവാൻ എത്രയോ കാരുണ്യമൂർത്തിയാണെന്ന് നോക്കൂലോ. നമുക്ക് സേവ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര രൂപങ്ങളിലാണ് ഭഗവാൻ വന്നിരിക്കുന്നത്. രാധാ രമണനായിട്ട്, രാധാ നീലമണിയായിട്ട്, രാധാ നികുഞ്ചധാരിയായിട്ട്, രാധാ ശ്യാമസുന്ദരായിട്ട്, രാധാ ഗോപിനാഥായിട്ട്, ഗോപിനാഥ്, രാധ മുന്നിലെല്ലായിടും രാധയാണ്. ആ പരമശക്തിയായിട്ടുള്ള ആ തപ്തകാഞ്ചനം ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനു സുതേ ദേവി പ്രണമാമി ഹരിപ്രിയ. ഹരിപ്രിയ ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ രാധയില്ല. രാധയില്ലെന്നുണ്ടെങ്കിൽ ഹരി ഇല്ല. നമ്മുടെ എല്ലാ ദുഃഖങ്ങളെ ഹരിക്കുന്നവനായിട്ടുള്ള ആ ഹരി രാധയില്ലെങ്കിൽ ഇല്ല എന്നുള്ളതാ. കൃഷ്ണ അവതാർ എന്തിനു വേണ്ടിയിട്ടാണ് എടുത്തത്? കൃഷ്ണാവതാർ ഓത്തോ രാധയുണ്ടായതുകൊണ്ടാ. നെയ്യത്തോ നെയ്യോത്താതാ.
എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രാധയില്ലെന്നുണ്ടെങ്കിൽ, രാധ ഈ ഭൂമിയിൽ വന്നില്ലായിരുന്നെന്നുണ്ടെങ്കിൽ കൃഷ്ണന്റെ അവതാരം ഉണ്ടാവില്ലായിരുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് എല്ലാ ഭഗവാന്റെ മുന്നിലും രാധയുടെ പേര്. അതിപ്പോ നമ്മുടെ കേരള ഗവൺമെന്റ് അത് അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്താ ചെയ്തിരിക്കുന്നത്, റേഷൻ കാർഡിലും സ്ത്രീകളുടെ പേര് ഗ്രഹനാഥയാണ് ഇപ്പം ഫസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അതൊന്നും അതിന്റെ ഒന്നും ആവശ്യമില്ല. എപ്പോഴും ഗ്രഹനാഥൻ തന്നെയാണ്. ഓരോരുത്തർക്കും ഓരോ പൊസിഷൻ ഉണ്ട്. ആ പൊസിഷനിൽ തന്നെ നിൽക്കുന്നതായിരിക്കും നല്ലത്. സ്ത്രീകൾക്ക് സ്ത്രീകളുടേതായിട്ടുള്ള ഭഗവാൻ സൃഷ്ടിച്ചിരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. സ്ത്രീ ആരെങ്കിലും ഒന്ന് വന്ന് നമ്മുടെ കയ്യിലൊന്ന് ശരിക്കൊന്ന് മുറുക്കി പിടിച്ച, ഏതൊരു പുരുഷൻ വന്ന് മുറുക്കി പിടിച്ച് നമ്മളെ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും, എത്ര വലിയ അവളായി കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്കതിന് ചെറുത്ത് നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അങ്ങനെയാണ് ഭഗവാൻ സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മൾ എന്താ ദയാലുവാണ്. നമ്മുടെ ഉള്ളിൽ ദയയാണ് വന്നിരിക്കുന്നത്. കൂടുതലും കാഠിന്യമായിട്ടുള്ള സ്ത്രീകളെ ഞാൻ അധികം കണ്ടിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ തന്നെ ആ കാഠിന്യം പുറത്ത് കാണിച്ചു കഴിഞ്ഞാൽ പോലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളില് എപ്പോഴും എന്തായിരിക്കും, വെണ്ണ പോലെ മൃദുലമായിരിക്കും എന്നുള്ളത്. ആ വെണ്ണ പോലെ മൃദുലമായിട്ടുള്ളത് അവനവന്റെ മക്കൾക്കാണ് അത് കൂടുതലും അനുഭവപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് യയാതിയുടെ കഥയാണ്. യയാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ധർമ്മിഷ്ഠനായിട്ടുള്ള ഒരു രാജാവായിരുന്നു. അദ്ദേഹം നല്ലതുപോലെ പ്രജകളെയൊക്കെ പരിപാലിച്ച് നല്ല ഈശ്വരഭക്തിയിലുള്ള ഒരു രാജാവ് തന്നെയായിരുന്നു. ഇതിന് മുന്നിട്ട് തന്നെ ശുക്രാചാര്യര്, അസുര ഗുരുവാണ് ശുക്രാചാര്യര്. എല്ലാവർക്കും അറിയാം. അസുര ഗുരുവായിട്ടുള്ള ശുക്രാചാര്യർക്ക് ഒരേ ഒരു മകളേ ഉള്ളൂ, ദേവയാനി. ദേവയാനിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ തൻ്റെ സഖിയായിട്ടുള്ള ശർമ്മിഷ്ഠയുടെ കൊട്ടാരത്തിലാണ് ഇവർ താമസിക്കുന്നത്. എന്നിട്ട് ശർമ്മിഷ്ഠയായിട്ടാണെന്നുണ്ടെങ്കിൽ അവർ ഭയങ്കര തൻ്റെ സഖിയാണ്. ഒരു ദിവസത്തിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ അവരെല്ലാവരും കൂടി നദിയിൽ കുളിക്കാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് ശർമ്മിഷ്ഠ ആദ്യം കുളിച്ചിട്ട് കയറി. പക്ഷെ അറിയാതെ ദേവയാനിയുടെ വസ്ത്രങ്ങൾ എടുത്ത് ശർമ്മിഷ്ഠ അണിഞ്ഞു കഴിഞ്ഞപ്പം ദേവയാനി വരുന്നു. ദേവയാനി വന്നിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ശർമ്മിഷ്ഠ കുറെ ഭർഷിക്കുന്നു. എന്താന്ന് വെച്ചാൽ വഴക്ക് പറയുന്ന, വസ്ത്രം അറിയാതെയാണ് എടുത്തിട്ടത് എന്നാൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർപ്പമായി. പെണ്ണുങ്ങളല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പറയും. അങ്ങനെ അവര് ഞങ്ങളില് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കമായിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തു, ഈ ശർമ്മിഷ്ഠയെ അവസാനം ഈ ദേവയാനി പിടിച്ച് അവിടെ ഒരു പൊട്ടക്കിണറുണ്ടായിരുന്നു, ആ പൊട്ടക്കിണറി തള്ളിയിട്ടു എന്നുള്ളതാണ്. തള്ളിയിട്ടിട്ട് രാജാവിന്റെ മകളല്ലേ, എന്നിട്ട് നേരെ എന്ത് ചെയ്തു, ശർമ്മിഷ്ഠ തന്റെ കൊട്ടാരത്തിൽ വന്നു. സഖിമാരുമായിട്ട് തോഴിമാരുമായിട്ട് കൊട്ടാരത്തിൽ വന്നു ദേവയാനിയാണെന്നുണ്ടെങ്കിൽ ആ പൊട്ടക്കിണറ്റി കിടക്കുക. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ യയാതി കാട്ടിൽ നായാട്ടിനായിട്ട് പോയ സമയത്ത് വെള്ളം കുടിക്കാൻ ദാഹിക്കുന്ന സമയത്ത് എന്ത് ചെയ്തു, ആ കിണർ കണ്ടു. ആ പൊട്ടക്കിണറിനകത്ത് വെള്ളം കാണുമെന്നുള്ള വിചാരത്തിൽ അദ്ദേഹമാണെന്നുണ്ടെങ്കിൽ ആ കിണറ്റില് അവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് ഒരു സ്ത്രീയെ രക്ഷിക്കൂ എന്ന് പറഞ്ഞിട്ട് ആർത്തനാദം പുറപ്പെടുവിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ യയാതി എന്ത് ചെയ്തു, തൻ്റെ ആ കാരുണ്യം കൊണ്ട്, തൻ്റെ ആ മനുഷ്യത്വം കൊണ്ട്, അദ്ദേഹം രാജാവാണ്, എൻ്റെ പ്രജകളെ സംരക്ഷിക്കുകയാണല്ലോ ഒരു രാജാവിന്റെ കർത്തവ്യം തന്നെ. അതുകൊണ്ട് എന്ത് ചെയ്തു, തൻ്റെ മേൽമുണ്ടെടുത്തിട്ട് അങ്ങനെ കിണറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ദേവയാനി അതിൽ പിടിച്ചിട്ട് കയറി. എന്നിട്ട് യയാതി അങ്ങനെ ദേവയാനിയെ രക്ഷിച്ചു. ദേവയാനിയെ പക്ഷെ പറയുന്നത്, ഈ രാജാവ് എനിക്ക് മനസ്സിലായി അങ്ങാനാണെന്നുള്ളത്, പക്ഷെ ഒരു സ്ത്രീയുടെ കൈ പിടിച്ച പുരുഷനാണ് അവിടെ ഭർത്താവ്. അതുകൊണ്ട് നിങ്ങൾ എന്നെ കൈപിടിച്ച് കരകയറ്റി, അതുകൊണ്ട് എന്ത് ചെയ്യണം, എന്നെ ഭാര്യയായിട്ട് അംഗീകരിക്കണമെന്ന് പറയും, ഭാര്യയാക്കണം എന്ന് പറയും. ശരി, ആയിക്കോട്ടെ. എന്നിട്ട് എന്ത് ചെയ്തു, അവർ നേരെ ശുക്രാചാര്യ അടുത്ത് വന്ന് വിധിപൂർവകം അവരുടെ കല്യാണം കഴിച്ചു. അതിന് മുന്നിട്ട് ദേവയാനി കൊട്ടാരത്തിൽ വന്നിട്ട് തൻ്റെ അച്ഛനായിട്ടുള്ള ശുക്രാചാര്യനോട് ഈ വിവരം എല്ലാം പറഞ്ഞു. ശർമ്മിഷ്ഠ പൊട്ടക്കിണറ്റി വിട്ടതും തള്ളിയിട്ടതും പിന്നെയാണെന്നെ വിളിഞ്ഞു പോകുന്നതും ആ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ശുക്രാചാര്യർക്ക് ഭയങ്കര ദേഷ്യം വന്നിട്ട് എന്ത് ചെയ്തു, വൃഷഭർവാണ് ശർമ്മിഷ്ഠയുടെ അച്ഛന്. ഞാൻ പറഞ്ഞു, ഞാൻ ഈ കൊട്ടാരത്തിൽ നിൽക്കുന്നതേ ഇല്ല, ഞാൻ പോവുകയാണ്, എനിക്ക് നിങ്ങളെ എച്ചിൽ തിന്നിട്ട് ജീവിക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഗുരുവാണ് ദേഷ്യപ്പെട്ടിട്ട് പോകുന്നത്. അതിൽ പരം ഒരു അപരാധം വേറെ ഇല്ലല്ലോ, അതുകൊണ്ടാണെന്ന് അതിൽ പരം ഒരു ദോഷം വേറെ ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, അദ്ദേഹം കാൽക്കൽ വീണിട്ട് പറഞ്ഞു, എന്നാൽ ദേവയാനി ഒരു കണ്ടീഷൻ വെച്ചു, ശർമ്മിഷ്ഠ അവളുടെ ദാസിയാകണം, തോഴിയല്ല ദാസിയാകണം. രാജാവിന്റെ മകളാണ്, നോക്കിക്കോളൂ. എന്നിട്ട് പക്ഷേ ശർമ്മിഷ്ഠയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തു, അല്ലെങ്കിൽ ഇദ്ദേഹം രാജ്യം വിട്ടുപോകും. പക്ഷെ തന്റെ പ്രജകൾക്ക് ഒരു ദോഷം വരുന്നതും ആ ശർമ്മിഷ്ഠയ്ക്ക് അഭികാമ്യമല്ലായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു, ശർമ്മിഷ്ഠ സമ്മതിച്ചു, ഞാൻ ദേവയാനിയുടെ ദാസിയാകാം.
അങ്ങനെ വേറൊരു രാജാവും പ്രജകൾക്ക് വേണ്ടിയിട്ട് സ്വന്തം ജീവിതം തന്നെ ത്യജിച്ചു. അതാരാണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും, ശ്രീരാമസ്വാമി. നോക്കൂ, ഗർഭിണിയായിട്ടുള്ള ഭാര്യയെ എവിടെയാ കൊണ്ടുവിട്ടത്? വനത്തില് വാൽമീകിയുടെ ആശ്രമത്തിന് മുന്നിൽ കൊണ്ടുവിട്ടിട്ട് അദ്ദേഹം സ്വന്തം പ്രജകളുടെ ഇംഗിതത്തിന് വേണ്ടി മാത്രം സ്വന്തം ജീവിതം ഉപേക്ഷിച്ചു എന്നുള്ളത്. പക്ഷേ അശ്വമേധ യാഗം നടത്തുമ്പോഴും അദ്ദേഹം എന്താ ചെയ്തത്? സ്വർണ്ണസീതയെ ഉണ്ടാക്കിയിട്ട്, അന്നെങ്കിൽ അശ്വമേധ യാഗം ഭാര്യ വേണം അതിനു വേണ്ടിയിട്ട്, സ്വർണ്ണസീത ഉണ്ടാക്കിയിട്ടാണ് അശ്വമേധ യാഗം നടത്തിയിരുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് രാജാക്കന്മാരുണ്ട്. അവർക്ക് എന്തായിരുന്നു? പ്രജാപരിപാലനത്തിലായിരുന്നു കൂടുതലും താല്പര്യം. പക്ഷെ ഇന്നത്തെ സമയത്തോ തന്റെ പോക്കറ്റ് നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ അധികാരികളുടെ കൂടുതലും ആഗ്രഹം. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ എത്ര സമ്പാദിച്ചു കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാലും നിങ്ങളുടെ ആയുസിന്റെ ഒരു അര നിമിഷം നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് നിങ്ങൾക്ക്, ഞാൻ ഈ സമ്പാദിച്ചതെല്ലാം തരാം, യമരാജാവിനോട് പറയുവാണ്, എല്ലാം ഞാൻ തരാം, പക്ഷെ എനിക്കുണ്ടല്ലോ ഒരു അര നിമിഷം കൂട്ടിത്തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടിത്തരാൻ പറ്റുമോ? അല്ല, നിങ്ങളുടെ ഈ പൈസ കൊണ്ട് എന്താ പ്രയോജനമുള്ളത്? അത് ഈ പൈസ കൊണ്ട് ഒരു പ്രയോജനം ഇല്ലാത്ത ഒരു സമയമാണ് നമ്മുടെ ആ മരണസമയം എന്നുള്ളതാണ്. എന്നാൽ നിങ്ങൾ പറയും, അയ്യോ ആശുപത്രി കിടന്നു കഴിഞ്ഞാൽ പൈസ വേണ്ടായോ, അത് വേണ്ടായോ, ഇത് വേണ്ടായോ എന്നൊക്കെ. ശരിയാണ്, വേണം. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മുടെ പൈസ ഉണ്ടല്ലോ, അത് ധാർമ്മികമായിട്ട് ഉപയോഗിക്കാൻ നമ്മൾ പഠിക്കണം. അല്ല, നമ്മൾ പൈസ ഉണ്ടാക്കുന്ന സമയത്ത് എന്താണ് അതിൻ്റെ ഒരു ഭാഗം, ഒരു ഭാഗം നമ്മൾ കാണുന്നുണ്ട്. ക്രിസ്ത്യാനികളുടെ ആയി കഴിഞ്ഞു കഴിഞ്ഞാലും മറ്റേ എല്ലാ ജാതിക്കാരും എന്താ ചെയ്യുന്നത്? അവരുടെ ശമ്പളത്തിന്റെ ആയാലും അവരുടെ ഇൻകത്തിന്റെ ആയി കഴിഞ്ഞാൽ ഒരു 10% എന്ത് ചെയ്യും? ഇതേപോലുള്ള ധാർമ്മിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കും. നിങ്ങൾ പറയും, എന്നാല് ഞങ്ങൾ മാതാജി ധാർമ്മിക കാര്യം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. എന്ത് ധാർമ്മിക ചെയ്യുന്നത്? ശരി ശരി, ഒരുപാട് പേര് സ്കൂൾസ് ഉണ്ടാക്കുന്നുണ്ട്, ഹോസ്പിറ്റൽസ് ഉണ്ടാക്കുന്നുണ്ട്. പണ്ടുള്ളവരൊക്കെ കിണറൊക്കെ ഉണ്ടാക്കുമായിരുന്നു. പക്ഷെ ഇപ്പം കിണറിന്റെ ഒന്നും ആവശ്യമില്ല, എല്ലാ മുക്കിനും പൈപ്പുകളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് ഞങ്ങൾ, അത് കർമ്മയോഗത്തിലാണ് വരുന്നത്. കർമ്മയോഗി നിങ്ങളായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ പറ്റുന്നതെന്ന് അറിയാമോ? പിന്നെയും നിങ്ങൾക്ക് ജനിക്കേണ്ടി വരും. ജനിച്ചിട്ട് ഭക്തിയോഗത്തിൽ എപ്പം വരുന്നുണ്ടോ അത്ര നാൾ നിങ്ങൾ പിന്നെയും ജന്മം എടുത്തിട്ട് ഭക്തിയോഗത്തിൽ വന്ന് ഭക്തി ചെയ്തിട്ട് വേണം, ഭക്തിയുടെ പരമ പദത്തിൽ വന്നതിന് ശേഷം മാത്രമേ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുണ്യവുമില്ല, നമുക്ക് പാവങ്ങളുമില്ല എന്നുള്ള ആ ഒരു രീതി വന്നാൽ മാത്രമേ മുക്തിപ്രദായകനായിട്ടുള്ള വൈകുണ്ഠ മൂർത്തി നമുക്ക് അദ്ദേഹത്തിന്റെ വൈകുണ്ഠത്തിലേക്ക് പോകാനുള്ള അനുമതി തരൂ എന്നുള്ളതാണ്. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോണം. വേറൊരു കാര്യമുണ്ട്, ഇപ്പം നമ്മൾ വിചാരിക്കും ഞങ്ങൾ ധർമ്മം കൊടുക്കുന്നു, എന്താ കൊടുക്കുന്നത്? പിശക്കാർക്ക് കൊടുക്കുന്നുണ്ട്. ആ പിശക്കാരൻ ഏതവനാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അവന്റെ പൂർവജന്മ കർമ്മത്തിന്റെ ഫലമാണ് നമ്മളെല്ലാവരും അനുഭവിക്കുന്നത്. ഒരാൾ മാത്രമല്ല. ഇപ്പൊ ഒരു ജനിക്കുന്ന ഒരു കുഞ്ഞിനാണെന്നുണ്ടെങ്കിൽ ഹാർട്ടിന് പ്രോബ്ലമായിട്ട് ജനിക്കുന്നുണ്ട്. ചില വളരെ ചെറിയ കുഞ്ഞുങ്ങൾ ക്യാൻസറായിട്ട്. ഈ കൊച്ചുങ്ങളൊക്കെ എന്താ ആഹാരം കഴിച്ചല്ലെങ്കിൽ എന്ത് പ്രശ്നമാണ് അവർക്കുണ്ടായത്? ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ അസുഖങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇതെല്ലാം നമ്മൾ കെട്ടിക്കൊണ്ട് വരുക. എന്താണ്? സഞ്ചിതമാക്കി 7 ജന്മത്തെയാണ് നമ്മൾ കെട്ടിക്കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. ആ സഞ്ചി നമുക്ക് കാലിയാക്കി പോകണ്ടേ? അന്നേരം ആ സഞ്ചി കാലിയാക്കി പോകണം. നമുക്ക് മഹാപ്രഭുവും എന്ത് തന്നിട്ടുണ്ട്? മഹാപ്രഭു എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പണ്ഡിതനായിരുന്നു. പക്ഷെ ആ പണ്ഡിതനായിട്ടുള്ള മഹാപ്രഭു സന്യാസം എടുത്തതിനു ശേഷം അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം ഒരു ശകലം പോലും കാണിച്ചില്ല. വെറും സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ട് അദ്ദേഹം എന്താ ചെയ്തത്? ഹരേ കൃഷ്ണ മഹാമന്ത്രം ഈ ലോകത്തിന് മൊത്തം ഈ അമൃതായിട്ടുള്ള ഗോലോക അമൃതായിട്ടുള്ള ഹരേ കൃഷ്ണ മഹാമന്ത്രം എല്ലാവർക്കും കൊടുക്കുകയായിരുന്നു ചെയ്തതെന്നുള്ളതാണ്. അങ്ങനെ നമ്മളും അതേപോലെ തന്നെ എന്താണ് ജീവിതത്തിന്റെ എത്ര നമുക്കറിയില്ല നമ്മുടെ ആയുസ് എപ്പോഴാണ്. നമ്മൾ എടുക്കുന്ന ശ്വാസം തിരിച്ചു വന്നാലേ നമുക്ക് തിരിച്ചു വന്നെന്ന് പറയാൻ പറ്റുന്നുള്ളതാണ്. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? എപ്പോഴും നമ്മുടെ കൂടെ കൊണ്ടുപോകാൻ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ കൂടെ വേണം. ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ പിശക്കാർക്ക് കൊടുക്കുന്നതാണ്. അന്നേരം ആ പിശക്കാർക്ക് കൊടുക്കുന്നതായി കഴിഞ്ഞു കഴിഞ്ഞാൽ അന്നേരം ഒന്നും കൊടുക്കണ്ടേ? എനിക്കറിയില്ല കൊടുക്കണമെന്നുള്ളത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ എൻ്റെ ആചാര്യന്മാർ ഒരുപാട് പറയുന്നത്, എൻ്റെ ഗുരുദേവനും പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളതാ. എന്താണ്? അവരുടെ പൂർവ കർമ്മമാണ് അവർ അനുഭവിക്കുന്നത്. അന്നേരം അതിന് നമ്മൾ ഷെയർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കും അവരുടെ ആ കർമ്മത്തിന്റെ ഫലം നമുക്കും കിട്ടും. അത് നമ്മളും പിന്നെ അനുഭവിക്കേണ്ടി വരും. അല്ലെങ്കിൽ അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആഹാര സാധനങ്ങൾ കൊടുത്തോളൂ. ഇപ്പം തന്നെ പള്ളിച്ചൽ പ്രഭുജി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ക്യാൻസർ സെന്ററിന്റെ അവിടെയാണ് ഫുഡ് വിതരണം ചെയ്യുന്നത്. എത്രയോ ആൾക്കാരാണ് ഇത് വന്നിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കൈക്കൊണ്ടുകൊണ്ട് പോകുന്നത്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അത് ഒരു പുണ്യകാര്യം തന്നെയാണ്. എല്ലാം എന്താണ് ആ പുണ്യകാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അത് പ്രസാദം വെക്കുന്നു.
ആ പ്രസാദം എന്നിട്ട് എന്ത് കർമ്മം ഉണ്ടെങ്കിലും അത് ഭഗവാൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. പിന്നെ അതിന്റെ കർമ്മഫലം നമുക്ക് വരില്ല. അതായത് അതേപോലെ തന്നെ നമ്മൾ അവരെ സഹായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കും അതേപോലെ തന്നെ നമ്മുടെ ആ സഹായം ചിലപ്പോൾ അവർക്ക് ഭയങ്കര ഒരു ഇതായിരിക്കും. അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. പിന്നെ അമ്പലങ്ങൾ കെട്ടുന്ന സമയത്ത് നമുക്ക് നല്ല ചെലവുണ്ട്. എന്താ ഭഗവാന്റെ ഈ ഡ്രസ്സിന് തന്നെ എത്ര രൂപയാകുമെന്ന് അറിയാമോ? പിന്നെ ദിവസം മാലയായി, പിന്നെ അങ്ങനെ പൂജാരിമാര്, അങ്ങനെ എന്തെല്ലാം ചിലവ്, ലക്ഷക്കണക്കിന് രൂപയായിരിക്കും ഒരു മാസം ഒരു അമ്പലത്തിന് വേണ്ടി എന്നുള്ളതാണ്. അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഞാൻ പറയുന്നില്ല ഒട്ടും നിങ്ങൾ കൊടുക്കരുത്. അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ശ്രീകൃഷ്ണ അർപ്പണമസ്തു അല്ലെങ്കിൽ ഹരേ കൃഷ്ണ മഹാമന്ത്രം പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അത്രയ്ക്കും ജെനുവിനായിട്ടുള്ള കേസാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാമെന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഇഷ്ടത്തിന് ചെയ്യാം. പക്ഷെ നിങ്ങൾ എൻ്റെ കുഞ്ഞുങ്ങളായതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിവില്ലാതെ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ചെയ്തു പോകും. എനിക്ക് തന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ അറിവില്ലാതെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഞാൻ ആരെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാലും എന്തെങ്കിലുമൊക്കെ പണ്ടൊക്കെ കൊടുക്കുമായിരുന്നു. പക്ഷെ പിന്നെ അന്നേരം ഒരു തവണ ഞാൻ ട്രെയിനിൽ പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഒരു കന്യാസ്ത്രീ ആയിരുന്നു എൻ്റെ അടുത്തിരുന്നത്. പക്ഷെ അവരാണെങ്കിൽ ഏത് പിശക്കാർ വന്നു കഴിഞ്ഞാൽ ഒന്നും കൊടുക്കില്ല. പക്ഷെ അന്ന് അവരോട് എനിക്ക് ദേഷ്യം തോന്നി. പക്ഷെ പിന്നെയാണ് എനിക്ക് മനഃശാസ്ത്രങ്ങൾ പഠിച്ചതിന് ശേഷം, ഇങ്ങനെ ഇസ്കോണി വന്നതിന് ശേഷമൊക്കെ എനിക്ക് മനസ്സിലായത് അവരെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തെന്നുള്ളത്. കുറെ ആളുകൾ ചീറ്റിങ്ങിന് വേണ്ടിയിട്ട് വരുന്നുണ്ട്. ചതി, എന്താ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് അവർ പോയിട്ട് കുടിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ വേശ്യാലയങ്ങളിൽ പോവുക. അന്നേരം നമ്മളെ പോലുള്ള ഒരു പൈസ കൊടുത്തിട്ടല്ലേ അവർ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നത്. അന്നേരം അതിന്റെ ഭാഗതേരാരാണ്? നമ്മൾ തന്നെയാണ്. അന്ന് ആ കന്യാസ്ത്രീയോട് എനിക്ക് ദേഷ്യം വന്നെങ്കിലും പിന്നെ അവരെ ഞാൻ കണ്ടിട്ടില്ലെങ്കിലും മനസ്സാലെ ഞാൻ മാപ്പ് പറഞ്ഞു അവരോട്. അറിവില്ലാത്ത സമയത്ത് നമ്മൾ ഒരുപാട് തെറ്റുകൾ പറയാം. പക്ഷെ അതിന് എന്ത് വന്നു? നമ്മൾ ആരെയിലുമൊക്കെ നമുക്ക് പറഞ്ഞു തരണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഹരേ കൃഷ്ണ. എന്നിട്ട് യയാതിയുടെ കാര്യം നമ്മൾ പറഞ്ഞത്. എന്നിട്ട് എന്ത് ചെയ്തു? യയാതി ആണെന്നുണ്ടെങ്കിൽ ദേവയാനി വിധിപൂർവകം വിവാഹം കഴിച്ചിട്ട് തന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് പറഞ്ഞു, ഹേ ദാസി, ശർമ്മിഷ്ഠയോട് പറയാണ്. പക്ഷെ അവിടെ ആ ശുക്രാചാര്യർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ മകളല്ലാതെ നിന്റെ ഭാര്യയാവാൻ വേറെ ആരും പാടില്ല എന്നുള്ളത്. അങ്ങനെ സന്തോഷപൂർവ്വം അവര് കൊട്ടാരത്തിലേക്ക് പോയി. ദാസിയായിട്ടുള്ള ശർമ്മിഷ്ഠയും ദേവയാനിയുടെ കൂടെ പോവുകയാണ്. അങ്ങനെ ദേവയാനിയുടെ കൂടെ പോകുന്നു. അവള് നിന്നുണ്ടെന്നുണ്ടെങ്കിൽ പക്ഷെ യയാതി ശർമ്മിഷ്ഠയെ കാണുന്നതേ ഇല്ല. യയാതിക്ക് ചരിത്രം ഒട്ടും അറിയത്തുമില്ല. ഒരു ദാസിയാണെന്നുള്ള രീതിയിലാണ് യയാതിക്ക് മനസ്സിലായിട്ടുള്ളത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ദേവയാനി യയാതിയും വളരെ സന്തോഷമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അവർക്ക് പുത്രന്മാരുണ്ടാകുന്നു. ഒരു ദിവസത്തിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ രാജാവ് എന്ത് ചെയ്യുന്നു? ഉദ്യാനത്തിലൂടെ ഇങ്ങനെ ഉലാത്തുന്ന സമയത്ത് അതിസുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീയെ കാണുന്നു. അന്നേരം ചോദിച്ചു, ആരാണ് നീ? അന്നേരം ഞാൻ ശർമ്മിഷ്ഠയാണ്, വൃഷഭർവാവിന്റെ മകളാണ്. ഇങ്ങനെ വിവരങ്ങളെല്ലാം പറഞ്ഞു. അതുകൊണ്ട് ഞാനിപ്പം ദേവയാനിയുടെ ദാസിയായിട്ട് ഇവിടെ കഴിയുകയാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ഹൃദയത്തിൽ അലിവുണ്ടായി. അതല്ലേ പറയുന്നത്, വേറൊരാളുടെ ദുഃഖം കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഹൃദയത്തിൽ അലിവുണ്ടാവുന്നവരാരാണ്? യഥാർത്ഥ ഭക്തന്മാരാണെന്നുള്ളതാണ്. അങ്ങനെ രാജാക്കന്മാർക്ക് ബഹുവിധ ഭാര്യമാരെ പറഞ്ഞിട്ടുണ്ടല്ലോ. പണ്ടുള്ള കാലം കൂടെ അല്ലേ. ഇപ്പം ബഹുവിധ ഭാര്യമാരെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെണ്ണുങ്ങളെ ചൂലെടുത്തിട്ട് അടിച്ച് പുറത്ത് കളയും. ഇപ്പോഴത്തെ ഒരു സ്ത്രീകളുടെ ആ ഒരു സ്വഭാവമല്ലേ. തീർച്ചയായിട്ടും അവർക്ക് സഹിക്കാൻ പറ്റില്ല. പങ്കിടുന്നത് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. ഒരു സ്ത്രീക്കും സഹിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ പുരുഷന്മാർക്കും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ കാലം കുറച്ച് ഭേദമായിട്ടുള്ള കാലം. എന്നാലും അന്നത്തെ സമയം എന്താണ്, അവർക്ക് പോറ്റാനുള്ള പാങ്ങും ഉണ്ട്. എത്ര ഭാര്യമാരായി രാജാക്കന്മാരല്ലേ. ഇപ്പം ദശരഥന് 353 ഭാര്യമാരായിരുന്നു. പക്ഷെ 3 ഭാര്യമാരായിരുന്നു മെയിൻ ആയിട്ടുള്ളത്. ആരൊക്കെയായിരുന്നു? കൗസല്യ, കൈകേയി, അല്ല സുമിത്ര. ആ 3 പേരായിരുന്നു മെയിൻ ആയിട്ടുള്ളത്. ബാക്കി 3 പേരെ നമുക്കറിയാം. 353 ഭാര്യമാരാണ്. അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് രാജാക്കന്മാർക്കൊക്കെ അങ്ങനെ. എന്നിട്ട് ഈ യയാതി എന്ത് ചെയ്തു? ശർമ്മിഷ്ഠയായിട്ട് അടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ അവളെ വേറൊരു കൊട്ടാരം പോലുള്ള സ്ഥലത്ത് തന്നെ താമസിപ്പിച്ചിട്ട് ശർമ്മിഷ്ഠയ്ക്ക് 3 പുത്രന്മാര് യയാതിയിലുണ്ടായി. ഇത് ദേവയാനി ഒന്നും അറിയുന്നില്ല, ആർക്കും ഒന്നും അറിയില്ല. അങ്ങനെ ഒരു ദിവസം സമയത്താണെന്നുണ്ടെങ്കിൽ ഈ 3 കുഞ്ഞുങ്ങളൂടെ പൂന്തോട്ടത്തിൽ കളിക്കുന്ന സമയത്ത് ദേവയാനി അതിലേക്കൂടെ വരുന്നു. ദേവയാനി അതേ പൂന്തോട്ടത്തിൽ തന്നെ വരുന്നു. എന്നിട്ട് അതിസുന്ദരമായിട്ടുള്ള മിടുമിടുക്കരായിട്ടുള്ള ഈ കുഞ്ഞുങ്ങളെ കണ്ടിട്ട് ദേവയാനി വിവരങ്ങളെല്ലാം ചോദിച്ചിട്ട് നിന്റെ അച്ഛന്റെ പേര്, അമ്മയുടെ പേരെന്താന്ന് ചോദിക്കും. അമ്മയുടെ പേര് ശർമ്മിഷ്ഠ. അന്നേരം അച്ഛന്റെ പേരോ? യയാതി. ഞാൻ ഇവിടുത്തെ രാജാവില്ലേ, ഇവിടുത്തെ രാജാവാണ് ഞങ്ങളുടെ അച്ഛൻ എന്ന് പറയും. ദേവയാനിക്ക് അന്നേരം എല്ലാം മനസ്സിലായി കഴിഞ്ഞു.
മനസ്സിലായി. ദേവയാനിയാണെന്നുണ്ടെങ്കിൽ നേരെ തന്റെ കൊട്ടാരത്തിൽ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ കെട്ടും പാണ്ടും എല്ലാം എടുത്ത് അച്ഛൻ്റെ അടുത്തേക്ക് ഒറ്റയൊരു ഓട്ടം. അച്ഛൻ്റെ അടുത്തേക്ക് പോയി യയാതി വളരെ സ്നേഹപൂർവ്വം വളരെ താഴ്മയോടും കൂടി അപേക്ഷിക്കുന്നുണ്ട്, ദേവയാനി നീ പോകരുതെന്ന്. പക്ഷെ ദേവയാനി അതൊന്നും കേട്ടില്ല. നേരെ ആണെന്നുണ്ടെങ്കിൽ ശുക്രാചാര്യ അടുത്തിരുന്നു വിവരങ്ങളെല്ലാം പറഞ്ഞു. ശുക്രാചാര്യർ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടോ, ബഹുവിധ ഭാര്യമാരെ നിനക്ക് ആവാൻ പാടില്ല, ഏകപത്നി വ്രതമായിരിക്കണം നിനക്ക് എന്ന് ആദ്യമേ നിർദ്ദേശം കൊടുത്തിരുന്നതായിരുന്നു. എന്നിട്ട് യയാതി പുറകെ ചെന്നിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ശുക്രാചാര്യർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കിയില്ല. എന്താ എന്റെ മകളുടെ ഭർത്താവാണെന്നും അങ്ങനെയുള്ള ഒന്നും നോക്കിയില്ല. പക്ഷെ ഒറ്റ ശാപമാണ് കൊടുത്ത്. എന്താണ്, നിനക്ക് ഈ യൗവനം ഉണ്ടായതുകൊണ്ടല്ലേ നിനക്ക് ഇങ്ങനെയൊക്കെ ഉള്ള കുഴപ്പം. അതുകൊണ്ട് നീ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ യൗവനത്തിൽ നീ അഹങ്കരിക്കുന്നതായിട്ടുള്ള ഈ യൗവനം പോയിട്ട് ജരാനരകൾ ബാധിച്ച് പടുവൃത്തനായി പോകട്ടെ എന്നുള്ള ശാപമാ കൊടുക്കുന്നത്. നിന്റെ ആഗ്രഹങ്ങൾ കൊണ്ടാണല്ലോ നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, അതുകൊണ്ട് നീ പടുവൃത്തനായി പോട്ടെ. എന്താണ് അന്നേരം ഒരുപാട് കേണ് പറയുന്നുണ്ട്. എന്താ, ഞാൻ വൃത്തനായി കഴിഞ്ഞാൽ അങ്ങയുടെ മകള് തന്നെയല്ലേ അനുഭവിക്കേണ്ടത്, എന്നിട്ട് എനിക്ക് ശാപമോശം തരണം എന്നൊക്കെ പറയുമ്പോഴും വീണ വാക്കിനെ നമുക്ക് എടുക്കാനേ പറ്റില്ല. അതുകൊണ്ട് എന്താ പറയുന്നുണ്ടല്ലോ ഭാഗവതത്തിൽ തന്നെ പറയും, കോപം കൊണ്ട് ശവിക്കരുതാരും, ആരും കോപം കൊണ്ട് ശയിക്കരുത്. ഒരു തവണ ഒരു ശാപം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ തിരിച്ചെടുക്കാൻ പാടാ. ശുക്രാചാര്യരോട് ജയാതി കാര്യങ്ങളെല്ലാം പറഞ്ഞ് കേണു വീണ് അപേക്ഷിച്ച് കരഞ്ഞു വീണപ്പം പക്ഷെ ശുക്രാചാര്യർക്ക് സങ്കടം വന്നു. ഇനി ഒരു തവണ ശാപം കൊടുത്താൽ അത് കൊടുത്തത് തന്നെയാണ്, ഇനി തിരിച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, ശാപമോശം കൊടുക്കുക. നിന്നിലുണ്ടായ ഏതെങ്കിലും ഒരു പുത്രന്മാര് നിന്റെ ഈ ജരാവ്യാധികള് എടുത്തിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പടുവൃത്തനായിട്ടുള്ള ഈ രൂപം അവർക്ക് എടുത്തിട്ട് അവരുടെ യൗവനം നിനക്ക് തിരിച്ചു തരാൻ പറ്റുമെന്ന്. അങ്ങനെ യയാതി കൊട്ടാരത്തിൽ വന്നു. നോക്കുപോലും മനസ്സിന്റെ ആഗ്രഹം. അതാണ് ഞാൻ പറയുന്നതിനെ, എന്തെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാലും ആഗ്രഹങ്ങൾക്കൊരു പരിമിതിയേ ഇല്ലെന്നുള്ളത്. ആ ആഗ്രഹങ്ങളാണ് നമ്മളെ ജീവിതത്തിലിട്ട് വലയ്ക്കുന്നത് മൊത്തം എന്നുള്ളതാണ്. അങ്ങനെ കൂടുതൽ വെട്ടിപ്പിടിക്കാനുള്ള ആ ഒരു തീവ്രതയിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, നമുക്ക് എന്താ കിട്ടുന്നത് എന്താണെന്നറിയോ, ഹൈപ്പർ ടെൻഷന്, എന്നിട്ട് പ്രഷറ്, കൊളസ്ട്രോള്, പിന്നെ ഷുഗർ അല്ലെ, ഡയബറ്റീസ്. ഈ 3 രോഗം പണ്ട് പണക്കാരുടെ ആയിരുന്നു. പക്ഷെ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും ആയിപ്പോയി ഈ രോഗങ്ങൾ മൊത്തം. അങ്ങനെ ഹൈപ്പർ ടെൻഷന്റെ ആ രീതിയിലേക്കാണ് നമ്മൾ ഈ വഴുതി വീഴുന്നതെന്നുള്ളതാണ്. ഇങ്ങനെ യയാതിയുടെ ആഗ്രഹത്തിന് ഒരു ശമനം ഉണ്ടായില്ല. അദ്ദേഹം എന്ത് ചെയ്തു, തന്റെ പുത്രന്മാരെ എല്ലാം വിളിച്ചു. ദേവയാനിയുടെ പുത്രന്മാരെ ആദ്യം വിളിച്ചിട്ട് പറഞ്ഞു, ഇതേപോലെ എനിക്ക് ശാപമുണ്ടായി, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ എൻ്റെ ഈ ജരാനരകളെ വൃദ്ധനായിട്ടുള്ള ഈ രൂപം നിങ്ങളെ എടുത്തിട്ട് നിങ്ങളുടെ യൗവനം എനിക്ക് തരാൻ നോക്കുക. ഒരു അച്ഛനാ പറഞ്ഞേക്കുന്നു, നോക്കിക്കോണം. നോക്കുപോലും ആ ആഗ്രഹത്തിന്റെ പിന്നാലെ മനസ്സിന്റെ ആ പായിച്ച നോക്കുപോലും. എന്നാൽ ഇദ്ദേഹത്തിന്റെ വൃദ്ധനായിട്ടുള്ള രൂപം പടുവൃദ്ധത അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവര് വൃദ്ധന്മാരായി പോവില്ലേ, കൊച്ചുങ്ങളല്ലേ അവര്. എന്നാൽ ഞാനിക്കോ ഇങ്ങനെ വന്നു, എന്നാൽ ഇനി ഞാൻ ഈ ജീവിതം ജീവിച്ച് തീർക്കാം എന്നുള്ളതല്ല വന്നിരിക്കുന്നതെന്നുള്ളതാ. ആ കൊച്ചുങ്ങൾക്ക് തന്റെ ഈ രൂപം കൊടുത്തിട്ട് അവരുടെ യൗവനം എടുക്കാൻ വേണ്ടിയിട്ട് യയാതി അവിടെ ശ്രമിക്കുന്നു. ആ ആഗ്രഹങ്ങളുടെ ആ ഒരു പിടിച്ചാ കിട്ടാത്ത കുതിരയാണെന്നുള്ളതാ. നോക്കുപോലും ദേവയാനിയുടെ മക്കൾ പറഞ്ഞു, സാധ്യമല്ല, ഞങ്ങൾക്ക് ഇതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു, കൈവഴിഞ്ഞു. എന്നിട്ട് അടുത്തത് പിന്നെ ആരെ വിളിച്ചു, ശർമ്മിഷ്ഠയുടെ മക്കളെ വിളിച്ചു. ശർമ്മിഷ്ഠയുടെ മക്കളെ വിളിച്ചിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പറയുന്നു, ഇതേപോലെ എൻ്റെ ഈ രൂപം നിങ്ങൾ ഏറ്റെടുത്തിട്ട് നിങ്ങളുടെ യൗവനം എനിക്ക് തിരിച്ചാണ് ഒരു അച്ഛനെ മക്കളോട് പറയുന്നതെന്ന് ഓർത്തോണം. എന്നിട്ട് എന്ത് ചെയ്തു, ആദ്യത്തെ 2 പിള്ളേരും പറഞ്ഞു പറ്റില്ല. 3 കുട്ടികളല്ലേ ശർമ്മിഷ്ഠയ്ക്ക്, പറ്റില്ല. പക്ഷെ പുരു അതുകൊണ്ട് എന്താ, ആ പുരു തന്റെ അച്ഛനെ സഹായിക്കാനുള്ള ആ മനസ്സ് കാണിച്ചുകൊണ്ട് ഇന്നും ചരിത്രത്തില് പുരുവിന്റെ നാമം എങ്ങനെയാണ്, ഒരു നക്ഷത്രത്തെ പോലെ ശോഭിക്കുകയാണ് പുരുവിന്റെ നാമം അവിടെ എന്നുള്ളതാണ്. എന്നിട്ട് എന്ത് ചെയ്തു, പുരു പറഞ്ഞു, അച്ഛൻ വിഷമിക്കണ്ട, അച്ഛന്റെ ഈ രൂപം ഞാൻ ഏറ്റെടുത്തോളാം, എന്നിട്ട് എൻ്റെ യൗവനം അച്ഛന് തന്നോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ യൗവനം, പുരുവിന്റെ യൗവനം യയാതി ഏറ്റെടുത്തിട്ട് യയാതിയുടെ രൂപം പടുവൃത്തന്റെ രൂപം ആർക്ക് കൊടുത്തു, പുരുവിന് കൊടുത്തു. പക്ഷെ പുരുവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും ആരെയായിരുന്നു, ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു, അതിഭക്തനായിരുന്നു. അതുകൊണ്ട് പുരുവിന് യൗവനം കിട്ടിയാലും കുഴപ്പമില്ല, വാർദ്ധക്യം കിട്ടിയാലും കുഴപ്പമില്ല, ബാല്യം കിട്ടിയാലും കുഴപ്പമില്ല, കൗമാരം കിട്ടിയാലും കുഴപ്പമില്ല, അദ്ദേഹം സന്തോഷം തന്റെ അച്ഛന് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്യുക തന്റെ ജീവിതം എന്നുള്ളതാ.
അങ്ങനെ ആ പുരു ആ ജീവിതം ജീവിക്കുന്നു. പക്ഷെ എപ്പോഴും ആരാണുള്ളില്? ഹരിയാണുള്ളില്, ശ്രീനാഥനാണുള്ളില്, ശ്രീകൃഷ്ണ പരമാത്മാവാണ് ഉള്ളിലുള്ളത്, രാധാകൃഷ്ണനാണ് ഉള്ളിലുള്ളത്. ആ രാധാകൃഷ്ണനെ ഭജിച്ചുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹത്തിന് സമയം പോകുന്നതേ അറിഞ്ഞില്ല. യുഗങ്ങൾ ഒരു നിമിഷം പോലെയായി തോന്നി എന്നുള്ളത് ആ ഹരിയുടെ നാമം ചൊല്ലിക്കൊണ്ടിരുന്ന സമയത്ത്. അത് നമുക്കായി കഴിഞ്ഞാലും അഷ്ടമി രോഹിണിക്കായി കഴിഞ്ഞാലും നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരു 7 മണിക്ക് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ 12 മണിയാവുന്നത് അറിയില്ല എന്നുള്ളതാ. അതേപോലെ നാമങ്ങൾ ചൊല്ലിക്കഴിഞ്ഞു കഴിഞ്ഞാല്. അല്ലാതെ നാട്ടുവർത്താനം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സമയം എങ്ങനെയാണ്? യുഗങ്ങൾ നിമിഷം പോലെ ആവുന്നതിന് പകരം എന്ത് ചെയ്യും? ഒരു നിമിഷം നിങ്ങൾക്ക് യുഗം പോലെയാവും. അതാണ് ചൈതന്യ ചരിതാമർത്തി പറഞ്ഞു, യുഗായിരം നിമിഷേണ ചക്ഷുഷാ പ്രാവിശായിരം ശൂന്യായിരം ജഗത്സർവം എന്തേ ഗോവിന്ദാ വിരഹേന്മേ. ഈ ജഗത്ത് മൊത്തം ശൂന്യമായിട്ട് തോന്നും ഗോവിന്ദൻ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഗോവിന്ദൻ ഏത് വീട്ടിലുണ്ടോ, നിങ്ങൾ ഏത് വീട്ടിലായി കഴിഞ്ഞു കഴിഞ്ഞാലും, നമ്മൾ ചില വീടുകളിൽ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാലും ഉണ്ടല്ലോ, നമുക്ക് ഒരു നിമിഷം അവിടെ നിൽക്കാൻ തോന്നില്ല എന്നുള്ളതാണ്. പെട്ടെന്ന് പോവാം, പെട്ടെന്ന് പോവാം, പെട്ടെന്ന് പോവാം. എന്താണ് അവിടെ? ആരില്ല? ഗോവിന്ദനില്ല. ഗോവിന്ദനില്ലാത്ത ജഗത്ത് എന്താണ്? ശൂന്യമായിട്ട് നമുക്ക് അനുഭവപ്പെടും. അതേസമയം ഗോവിന്ദൻ ഉണ്ടെന്നുണ്ടെങ്കിലോ ആ എന്താണ്? ആ ജഗത്ത് മൊത്തമാണെന്നുണ്ടെങ്കിൽ സർവം എന്താണ്? സർവം ജഗത്ത് മൊത്തം എന്താണ്? ഗോവിന്ദമയമാണ്. ആ ഗോവിന്ദൻ കള്ളക്കണ്ണനാണ്, ഉണ്ണിക്കണ്ണനാണ്, അല്ലെന്നുണ്ടെങ്കിൽ മാക്കൻ ചോറാണ്, നവനീത ചോറാണ്. അത് മാത്രമല്ല, നമ്മുടെ ഹൃദയവും കൂടി ചോറ് ചെയ്തുകൊണ്ട് പോയിരിക്കുക, ഹൃദയം കൂടി കട്ടുകൊണ്ട് പോയിരിക്കുക. ഏത് അവന് കൃഷ്ണനെ ഭജിക്കുന്നുണ്ടോ അവന്റെ ഹൃദയം അവന്റെ കയ്യിലില്ല. അത് ആരെടുത്തോണ്ട് പോയി? ആ കള്ളക്കണ്ണൻ എടുത്തോണ്ട് പോയി എന്നുള്ളതാ. ആ കള്ളക്കണ്ണനെ, ആ വെണ്ണ കട്ടോട്ട് പോകുന്ന ആ വെണ്ണക്കണ്ണനെ എടുത്തോണ്ട് പോയിരിക്കുകയെന്നുള്ളതാ. എന്താ ചെയ്യാ? ഒന്നും ചെയ്യാനില്ല. പക്ഷെ ആ ഹൃദയം നമ്മുടെ കയ്യിലില്ലല്ലേ? എന്താ എന്തൊരു സന്തോഷമാ ജീവിതത്തിൽ! അതിസന്തോഷമാണെന്നുള്ളത്. ഇന്ന് 5:50 പ്രഭുജി എനിക്ക് ഫോൺ ചെയ്യുന്നത്. പക്ഷെ ആ ഗോവിന്ദന്റെ നാമം പറയണമെന്നുണ്ടായപ്പം 10 മിനിറ്റ് കൊണ്ട് ഒരുങ്ങി പറക്കി നമുക്ക് ഇങ്ങനെ വരാൻ പറ്റുന്നു. എന്തുകൊണ്ടാ? വേറെ എനിക്ക് അമൃത് തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് അതൊന്നും വേണ്ട. ആ ഒരു അറ്റ്മോസ്ഫിയർ, ഭഗവാന്റെ ആ ഒരു ഭഗവാന്റെ ആ രീതികളിലാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ചില വീടുകളിൽ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അങ്ങ് ഇരുന്നേ പോവും. അവിടെ ഇരുന്നിട്ട് എത്ര നേരം കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് എഴുന്നേക്കാനേ തോന്നില്ല എന്നുള്ളതാണ്. അത് എന്തുകൊണ്ടാണ്? അവിടെ ഗോവിന്ദനുണ്ട്. ആ ഗോവിന്ദൻ പരമാനന്ദ മൂർത്തിയായിട്ടുള്ള ആ സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള ആ ഭഗവാനുണ്ട്. അവിടെ ശ്രീനാഥനുണ്ട്, മുരാരിയുണ്ട്, കേശവനുണ്ട്, ജനാർദ്ദനനുണ്ട്. അതുകൊണ്ട് എന്താണ്? നമുക്ക് ബോറേ തോന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ എപ്പോഴും നമ്മളായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ? നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും സദാ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ജോലികളൊക്കെ ഉള്ളവരാ നമ്മളെ. പക്ഷെ ആ ജോലി ചെയ്യാതെ എനിക്കിപ്പം കൃഷ്ണന്റെ നാമം ജപിച്ചുകൊണ്ടിരിക്കണം, കൃഷ്ണനാമം ജപിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെയുള്ളവരെന്തായിരുന്നു അറിയാമോ? കാംചോറ. എന്താ? അത് ഒരു ഒരു കാംചോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി ചെയ്യാൻ ജോലി ചെയ്യാൻ മടിയന്മാര്. കാംചോർ എന്ന് മടിയന്മാർ നമുക്ക് പറയാന്നുള്ളതാണ്. അങ്ങനെയുള്ളവരായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ സ്ത്രീകളല്ലേ, സ്ത്രീകൾക്ക് എന്തെല്ലാം ജോലികളുണ്ട് വീടുകളില്. അതെല്ലാം ഭംഗിയായിട്ട് നടക്കണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഉള്ളിന്റെ ഉള്ളില് ഇങ്ങനെ നാമം ജപിച്ചുകൊണ്ടേയിരിക്കണം. നാമം ജപിച്ചുകൊണ്ട് നിങ്ങളാണെന്നുണ്ടെങ്കിൽ ജോലികൾ ചെയ്തേ പോലും എനിക്ക് തോന്നുന്ന ഒരു 2 മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന ഒരു ജോലിയുണ്ട്, 1 മണിക്കൂർ കൊണ്ട് നമുക്ക് ചെയ്യാം. നമുക്ക് സ്പിരിച്വൽ എനർജി അവിടെ കിട്ടുന്നത്. ആധ്യാത്മിക ഭൗതികമായിട്ട് നമുക്ക് ഒരു എനർജി ഇല്ല. നമ്മുടെ എനർജി മൊത്തം കൊണ്ടുപോവുക ചെയ്യുന്നത്, നശിപ്പിച്ച് കളയുക ചെയ്യുന്നത്. കാരണം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് സ്പിരിച്വൽ എനർജി നമ്മളിൽ നിറയ്ക്കണം. ആ സ്പിരിച്വൽ എനർജി ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ന്യായമായിട്ടുള്ള ഏത് കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് യാതൊരു മടിയില്ല എന്നുള്ളത്. മടി വരുന്നത് എപ്പോഴാണ്? അന്യായമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഭഗവാന്റെ കാര്യങ്ങളല്ല ചെയ്യുന്നത്, അല്ലെങ്കിൽ അതൊരു ദിഗാവട്ട. എന്താ? വെറുതെ ഞാൻ കാണിക്കോ, ഞാൻ എല്ലാം ചെയ്യുന്നു കുറെ ആൾക്കാർ അങ്ങനെ ഉണ്ട് കേട്ടോ. ഭക്തരെന്നുള്ള ഞാൻ ഭക്തരാണ് ഇങ്ങനെ കാണിക്കുന്നു. പക്ഷെ ഉള്ളാലെ വരണം നമ്മുടെ ഭക്തി. ആ ഭക്തി നമ്മുടെ ഉള്ളാലെ വന്നില്ലെങ്കിൽ ഉണ്ടല്ലോ, നിങ്ങൾ ഈ കാണിക്കുന്നതെല്ലാം നൈമിഷികമായിരിക്കും. കുറച്ച് നാളൊക്കെ ഇത് പിടിച്ചു നിൽക്കാൻ പറ്റും. പക്ഷെ പിന്നെ അതാണ് ഒരുപാട് ഭക്തന്മാര് ഭക്തരുടെ അങ്ങേ അറ്റം ചെന്ന ഭക്തന്മാരും ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് അവരെന്ത് ചെയ്ത് ഡീഗ്രേഡ് ചെയ്തിട്ടുണ്ട്. എന്താ പറ്റുന്നത്? താണു പോയിട്ടുണ്ടെന്നുള്ളതാ.
പിന്നെ അവർക്ക് അങ്ങോട്ട് പിടിച്ചു കയറാൻ പോലും പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് അവർ പോയിട്ടുണ്ടെന്നുള്ളത്. എന്നാലും ഭഗവാൻ ആരാ? കാരുണ്യവാനല്ലേ? ഇടയ്ക്ക് നിനക്കൊരു തട്ട് തന്നു കഴിഞ്ഞാലും പിന്നെ നിനക്ക് ഭഗവാനാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാന്റെ ആ തൃക്കൈകൾ വരും. മക്കളെ, നിനക്ക് മനസ്സിലായോ നീ എന്താ ചെയ്തതെന്ന്? അതുകൊണ്ട് ഇടയ്ക്ക് ഞാൻ നിന്നെ ഒന്ന് പരീക്ഷിച്ചതാണ്. അതുകൊണ്ട് ആ പരീക്ഷണത്തിൽ നീ ഫെയിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വരില്ല നിന്റെ കൂട്ടത്തില്. പക്ഷേ ആ പരീക്ഷണത്തിലും എന്ത് ചെയ്യണം നമ്മളെ? ഗോപാലന്റെ നാമം ഇങ്ങനെ ഉരുവിട്ടോണ്ടേയിരിക്കണം എന്നുള്ളതാ. അങ്ങനെ ഇവിടെ ആയി കഴിഞ്ഞു കഴിഞ്ഞാലും യയാതി ഇങ്ങനെ ഭാര്യ, പിന്നെ സർമ്മിഷ്ഠൻ ഭാര്യയാക്കി മാറ്റി. എന്നിട്ട് ദേവയാനിയോടും സർമ്മിഷ്ഠയോടും ഒത്ത് പിന്നെയും ജീവിച്ചോണ്ടേയിരിക്കുക. ജീവിച്ചോണ്ടേയിരിക്കുമ്പോ യയാതിക്ക് ഒരു കാര്യം മനസ്സിലായി. എന്താ മനസ്സിലായത്? ഈ കാമത്തിന്, ഈ ആഗ്രഹത്തിന് ഒരു പരിധിയേ ഇല്ല. പാവം പിടിച്ച പൂന്താനത്തിന് തന്നെ, പൂന്താനം തന്നെ പറഞ്ഞത് കേട്ടില്ലേ? ജ്ഞാനപ്പാനയിൽ പൂന്താനം പറഞ്ഞില്ലേ? എന്താണ്? നമ്മൾ ഭക്തി ചെയ്യാൻ വേണ്ടിയിട്ട് പറയും, ഓ കൊച്ചുങ്ങളുടെ പേരിടിയില്ല, അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ അതിന് ചോറ് കൊടുപ്പ, പിന്നെ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, പിന്നെ പിള്ളേർക്ക് സ്കൂളിൽ പോകണം. അങ്ങനെ നമ്മളെ ഒരു കിട്ടന്റെ കഥയും ഉണ്ടെന്നുള്ളതാ. ആ കിട്ടന്റെ കഥ എങ്ങനെയാണെന്നറിയാമോ? ഒരു കിട്ടൻ എന്ന് പറയുന്ന ഒരു ആളുണ്ടായിരുന്നു. ആ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ സത്യയുഗത്തിലെ കാര്യങ്ങളാന്ന് വെച്ചു. അദ്ദേഹം ഭക്തിയൊക്കെ ചെയ്യുന്ന കൊച്ചായിരുന്ന സമയത്ത് ഈ നാരദർക്ക് അന്നെ ഈ കിട്ടനോട് ഭയങ്കര സങ്കടം തോന്നി, ഭയങ്കര ദയ തോന്നി. എന്താണ്, ഭക്തന്മാരെപ്പോഴും അങ്ങനെ തന്നെയാണ്, ദയ തോന്നും. ആരെങ്കിലും ഒന്ന് കഷ്ടപ്പാടിലാണെന്ന് കണ്ട്, അല്ലെങ്കിൽ അധംപതിക്കാൻ പോകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ, അവരൊരു കൈ കൊടുക്കും. പക്ഷെ ചിലപ്പോൾ അവരുടെ ഒരു വാക്കായിരിക്കും, ആ ഒരു വാക്കിനെ ഒരു പക്ഷെ അവരനുസരിച്ച് കഴിഞ്ഞാൽ അവരുടെ ജീവിതം സഫലമാകും. അതേസമയം അതിനെ നിന്ദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലോ അസഫലമായി പോകും. പിന്നെ പടുകുഴിയിലേക്ക് അധംപതിച്ചു പോകും എന്നുള്ളത്. പിന്നെ കരകയറാൻ പറ്റാത്തതുപോലെയുള്ള അധംപതനമായിരിക്കും അത്. ഇവിടെ അതേപോലെ ഈ കിട്ടനോട് പറഞ്ഞ് നാരദർ പറഞ്ഞു, മോനെ മോനെ ഒരു കാര്യം ചെയ്യ്, നീ എന്തിനാ ഈ ഭൗതിക ലോകത്തിൽ കിടന്ന് ഉടലെന്ന്? അതുകൊണ്ട് ഒരു കാര്യം ചെയ്യ, ഞാൻ നിന്നെ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോകാന്ന് പറയും. അതെ നാരദരെ, ഞാനാണെന്നുണ്ടെങ്കിൽ ഇപ്പം കുഞ്ഞല്ലേ, ഞാൻ കുഞ്ഞായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ എങ്ങനെ, എനിക്ക് ഇനി എത്ര ജീവിതം ബാക്കി കിടക്കുന്നുണ്ട്. അതുകൊണ്ട് നാരദര് ഒരു കാര്യം ചെയ്താട്ടെ, ഞാനാണെന്നുണ്ടെങ്കിൽ ഒന്ന് സ്കൂളിലൊക്കെ പോയി ഒന്ന് വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞോട്ടെന്ന് പറയുക. എന്നിട്ട് ഞാൻ നാരദരുടെ കൂടെ വരാം, എനിക്ക് പഠിക്കാനൊക്കെ ഭയങ്കര ആഗ്രഹം. അതുകൊണ്ട് ഞാനാണെന്നുണ്ടെങ്കിൽ ഒന്ന് പഠിച്ചോട്ടെ, എന്നിട്ട് പിന്നെ ഞാൻ നാരദരുടെ കൂടെ വരും. ഓ ശരി, നാരദര് വിചാരിച്ചു, ശരി എന്നാ ആയിക്കോട്ടെ, നീ നിന്റെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞിട്ട് എന്റെ കൂടെ വരണം. ഓക്കെ ഓക്കെ. എന്നിട്ട് വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞു. നാരദർ പിന്നെയും വന്നു, മോനെ നിന്റെ വിദ്യാഭ്യാസം ഒക്കെ കഴിഞ്ഞില്ലേ, നീ ഒരു കാര്യം ചെയ്യ, എന്റെ കൂടെ വരും. നീ എന്തിനാ ഈ ദുരിതത്തിൽ കിടന്ന് ഉഴലുന്നത്? നീ എന്റെ കൂടെ വരാൻ പറയും. പക്ഷേ ആ കുട്ടി എന്താ പറയുന്നത്? അന്നേരം പറയുന്നു, നാരദരെ, എന്റെ വിദ്യാഭ്യാസം ഒക്കെ കഴിഞ്ഞില്ലേ, ഞാൻ ഇത്രയും വിദ്യ അഭ്യസിച്ച എന്തിനു വേണ്ടിയിട്ടാ? ഞാനൊരു ജോലിക്ക് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ആ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ നാരദരോട് വരും. ഓഹോ ആയിക്കോട്ടെ. എന്നിട്ട് എന്ത് ചെയ്തു? ജോലിയായി എന്നിട്ടാണെന്നുണ്ടെങ്കിൽ എന്നിട്ട് നോക്കുക, ഭക്തനായിട്ടുള്ള നാരദർ വിചാരിക്കുന്ന ഈ കൊച്ചി ഈ ലോകത്ത് കിടന്ന് ഉഴലണ്ട, അനാഥ കുട്ടിയാ, അതുകൊണ്ടാണ് ഇത്രയും സങ്കടം വന്നത്. എന്നിട്ട് ഉഴലണ്ട, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യട്ടെ, ഞാൻ പരമമായിട്ടുള്ള ആ സത്യത്തിലേക്ക് ഞാൻ നിന്നെ കൊണ്ടുപോകാമെന്നുള്ള ആ ധാരണയിലായി ഈ നാരദർ ഈ കൊച്ചിന് പുറകെ നടക്കുന്നു. ജോലി ആയി കഴിഞ്ഞപ്പോഴും വന്നു, മോനെ നിനക്ക് ജോലി ആയല്ലോ, എന്തിനാ നീ ഇത്ര ഈ കടന്ന് ഉഴലുന്നത് ഇവിടെ? അതുകൊണ്ട് നീ എന്റെ കൂടെ പോരും. ഇല്ലില്ലില്ല, ജോലിയായി, എനിക്കൊരു കല്യാണം കഴിക്കണ്ടേ. ജോലി ആയത് എന്തിനു വേണ്ടിയിട്ടാ? കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാ. നമ്മൾ പിള്ളേരെ പഠിപ്പിക്കുന്നത് അങ്ങനെ തന്നെ അല്ലെ? ആദ്യം അവരെ കഴുതയുടെ കൂട്ടിട്ട് പഠിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജോലി 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 ജോലി. എന്നിട്ട് പിന്നെ ജോലി എങ്ങനെങ്കിലും ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്താ കൊടുക്കുന്നത്? ഒരു കല്യാണം കല്യാണം കല്യാണം. എന്നിട്ട് എന്താ, ഈ പടുകുഴിയിലേക്ക് അവരെ തള്ളി വിടുക ചെയ്യുന്നത്. കല്യാണം കഴിഞ്ഞാലോ ഒരു 2 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കും, പിള്ളേരൊന്നും ആയില്ലേ. അങ്ങനെ ആ ഓരോ സ്റ്റെപ്പുകൾ ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. അവസാനം സീറോയിൽ വന്നിട്ട് എന്ത് ചെയ്തു? താപ്പോട്ട് ജീവിതം പോയി കഴിഞ്ഞു, ശരീരം പതിച്ചു കഴിഞ്ഞു. പിന്നെ എവിടേക്കോ നമ്മൾ പിന്നെയും ജന്മം എടുക്കേണ്ടതായിട്ടുള്ള ഒരു ഗതികേട് വരുന്നു. അതുകൊണ്ട് പക്ഷേ ഓർത്തോണം, നമ്മൾ ഭക്തിയുടെ മാർഗത്തിൽ തന്നെ ജീവിതം നയിക്കുക. അന്നേരം പിന്നെ നമുക്ക് അതമ്പതിച്ചു പോവില്ല. ജീവിതം നയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശുദ്ധമായിട്ടുള്ള ഭക്തി വേണം. കാണിപ്പ് ഭക്തി ആവരുത്. കൂടുതലും ആൾക്കാർക്ക് ഇപ്പം കാണിപ്പ് ഭക്തിയാവുള്ളത്. അത് കാലത്തിന്റെ ഒരു പോക്കാ. അതിനിപ്പോ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ തന്നെ നമ്മൾ അതിൽ അതമ്പതിച്ചു പോകരുത്. അങ്ങനെ ഈ യയാതി ധർമ്മിഷ്ഠയും സർമ്മിഷ്ഠയും
ദേവയാനിയുടെയും കൂടെ സന്തോഷമായിട്ട് ജീവിച്ച് കുറെ നാൾ കഴിഞ്ഞ എനിക്ക് ഇദ്ദേഹത്തിന് ആഗ്രഹത്തിനൊരു വരമ്പില്ല, ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്തു, അദ്ദേഹത്തിന് മനസ്സിലായി കഴിഞ്ഞു, ഇത് ശരിയാവില്ല. ഈ കാമത്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു വരമ്പുകളും ഇല്ല, അതിർവരമ്പുകളില്ലാത്ത ഒരു കാര്യമാണ് ആഗ്രഹങ്ങൾ. ജീവിതം ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇനി എന്റെ ആഗ്രഹം എന്താണ് വേണ്ടുന്നത്? ഞാനിനി ഭഗവത് ഭക്തി ചെയ്തിട്ട് നമുക്ക് അതിന് തന്നെയാണ് വർണ്ണാശ്രമങ്ങൾ തന്നിരിക്കുന്നത് തന്നെ, ഇനി സന്യാസത്തിലേക്ക് എനിക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വാനപ്രസ്ഥം സ്വീകരിക്കുകയോ ചെയ്യുന്നത് പുരുവിന് തന്നെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തു? പുരു മറ്റേ മക്കളെല്ലാം അച്ഛനെ സഹായിച്ചില്ലല്ലോ. അതുകൊണ്ട് പുരുവിനെ രാജാവാക്കിയിട്ട് സർമ്മിഷ്ഠയോടും ദേവയാനിയോടും ഒപ്പം അദ്ദേഹം വനത്തിലേക്ക് പോയിട്ട് സന്യാസം സ്വീകരിച്ച് ഭഗവാന്റെ തൃപ്പാദത്തില് മുക്തി നേടി എന്നുള്ളതാ ആ കഥയുടെ. അതിന് ഇപ്പം പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം എന്താണോ, ഒരു കഥകളിൽ കൂടി നിങ്ങളെ ഞാൻ കാര്യം അവതരിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഈ ആഗ്രഹങ്ങൾക്ക് യാതൊരു അതിർവരമ്പുകളുമില്ല. ആ ആഗ്രഹത്തിനെ കടിഞ്ഞാണിട്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. ആ കടിഞ്ഞാണെന്ന് പറയുന്ന ആ ഒരേ ഒരു കാര്യം, ആ കടിഞ്ഞാൺ ഏതാണെന്നറിയാമോ? ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്നുള്ള ആ മഹാമന്ത്രം മാത്രമേ നമുക്ക് അതിനെ ഒരു കടിഞ്ഞാണിട്ടിട്ട് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ തന്നെ ഓർക്കിന് ഗുരു നമ്മൾ എന്താ ഇതെല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഗുരുവിനെ അക്സെപ്റ്റ് ചെയ്യണം. ഗുരുവിന്റെ നിർദ്ദേശങ്ങളിൽ കൂടി വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. അതിന് നമുക്ക് ഇത്ര സങ്കടപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മുടെ ആഗ്രഹങ്ങളുണ്ടല്ലോ, അത് ദൃഢമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തു വരും? നമ്മുടെ വാദക്കൾ ഗുരു വരുമെന്നാ പറയുന്നത്. ശരിയായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഭക്തിയെ യഥാർത്ഥ ഭക്തിയാണ്, സത്യഭക്തിയാണ്, യഥാർത്ഥ ഭക്തിയാണെന്നുണ്ടെങ്കിലുണ്ട്, സത്യസന്ധമായിട്ടാണ് നമ്മൾ ഭക്തി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിനുള്ള ഗൈഡൻസ് കിട്ടും നമ്മുടെ ശിഷ്യാഗുരുവിൽ കൂടി. നമുക്കൊരു ശിഷ്യാഗുരുവിനെ കിട്ടും. എന്നിട്ട് ആ ശിഷ്യാഗുരുവിൽ കൂടി നമ്മൾ എന്ത് ചെയ്യും? എന്നിട്ട് അദ്ദേഹം നമ്മളെ കൈപിടിച്ചിട്ട് ദീക്ഷാഗുരുവിലേക്ക് കൊണ്ടുപോകും എന്നുള്ളത്. ആ ദീക്ഷാഗുരുവിൽ നിന്നിട്ട് ദീക്ഷ വാങ്ങിക്കണം. ദീക്ഷ വാങ്ങിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്ന് ഓർത്തോണം, ഇവരൊക്കെ ഇങ്ങനെ അങ്ങ് ഇരിക്കുവല്ല, ദീക്ഷ തരാന്ന്. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഹൃദയത്തിന്റെ ഇത്രയും നർമ്മല്യത അവർക്കുണ്ടായിട്ടാണെന്നറിയാമോ? നമ്മുടെ പാപത്തെയാണ് അവർ ഏറ്റെടുക്കുന്നതെന്നുള്ളതാ. അതുവരെ ചെയ്തിട്ടുള്ള നമ്മുടെ കർമ്മങ്ങളെല്ലാം പുണ്യമായി കഴിഞ്ഞാലും പുണ്യം എന്ന് പറയുന്ന ഒരു സാധനം നമ്മളിൽ ആരിലും കാണില്ല എന്നുള്ളതാ. ആ പാവങ്ങളെ മൊത്തമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ദീക്ഷാഗുരു ഏറ്റെടുത്തിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നോക്കൂ, ഏത് ദീക്ഷാഗുരുക്കന്മാരായി കഴിഞ്ഞു കഴിഞ്ഞാലും എല്ലാവർക്കും അസുഖങ്ങളാ. എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മളെ പോലുള്ള അതിപാവികളായിട്ടുള്ള ആൾക്കാരുടെ പാവമെല്ലാം ഏറ്റെടുത്ത് അവര് സ്വയമായിട്ട് നശിക്കും മീൻസ് അവരുടെ ആരോഗ്യത്തിന് ഭയങ്കര. പക്ഷെ അവരുടെ ആരോഗ്യം ഇല്ലെന്നുണ്ടെങ്കിലും ഉണ്ടല്ലോ, നമുക്ക് തന്നെ അറിയാം. നമുക്ക് ജയപ്രദ മഹാരാജ്, മഹാരാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരെടുക്കാൻ പോലും യോഗ്യത നമുക്കില്ല എന്നുള്ളതാ. ഒരു ഫോറിനർ ആയിരുന്നു, ഒരു ഫോറിനറ്. നോക്കുപോലും അദ്ദേഹത്തിന്റെ ആ പുണ്യം നോക്കുപോലും. ഭഗവാൻ തന്നെ ഏത് ദേശത്തായാലും ഏത് കാലത്തായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരെ നമ്മളെ ഉദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ സ്വയമായിട്ട് വരുന്നത് പോലെ ഇവരെയൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് രാധാനാഥ് മഹാരാജ് അദ്ദേഹം അമേരിക്കക്കാരനാണ്. പക്ഷെ നോക്കുപോലും അവരൊക്കെ എന്താ വലിയ സന്യാസിമാരെന്നറിയാമോ? അവരുടെയൊക്കെ ഓരോ വാക്കുകൾ മതി, അമൃത് തുല്യമാണെന്നുള്ളതാ. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഇഷ്ടംപോലെ നവയോഗി മഹാരാജ്, വാപ്പരേ, അദ്ദേഹത്തിന് എത്ര വയസ്സൊന്നെന്നറിയാമോ? വൃന്ദാവനത്തിൽ എല്ലാവരും വരും. അതുകൊണ്ട് നമുക്ക് എല്ലാ മഹാരാജന്മാരെയും കാണാനുള്ള ആ മഹാഭാഗ്യവും നമുക്ക് കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. അവരെയൊക്കെ ഒന്ന് ഒരു ദർശനം എടുക്കുക എന്ന് തന്നെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മുടെ കണ്ണിന് ആനന്ദം കിട്ടുന്നെന്നുള്ളതാ. അതെന്താ? ഭഗവാൻ സ്വയമാണെന്നുണ്ടെങ്കിൽ വരാൻ പറ്റില്ല നമ്മളെ ഉദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഭഗവാൻ അതിന് എന്ത് ചെയ്യും? ഓരോ ഗുരുക്കന്മാരുടെ രൂപത്തില് ഭഗവാൻ ഉണ്ടല്ലോ, ഓരോ ദിവസം എത്ര അവതാരം എടുക്കുന്നുണ്ടെന്ന് അറിയാമോ? നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെയിൻ 10 അവതാരമേ അറിയത്തുള്ളൂ. പക്ഷെ 10 അവതാരമല്ല, ഭാഗവതത്തിൽ തന്നെ പറയുന്നുണ്ട്, 24 അവതാരങ്ങളെ പറ്റി ഭാഗവതത്തിൽ പറയുന്നുണ്ടെന്നുള്ളതാണ്. അങ്ങനെ ഭഗവാനെ ഓരോ ഭക്തനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനെ മുന്നോട്ട് വന്നുകൊണ്ടേയിരിക്കുകയോ. നമ്മുടെ കഥയിൽ അങ്ങോട്ട് ചേഞ്ച് ആയിപ്പോയി. ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്തു? ഈ കിട്ടണമെന്നുണ്ടെങ്കിൽ ജോലി ആയപ്പോൾ നാരദമുനി വന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു എന്ത് ചെയ്തു? മഹാമുനി, ഞാൻ ഈ ഒരു കല്യാണം കഴിക്കട്ടെ. എന്തുവാ ഇത്? എനിക്ക് ജോലി ആയി കഴിഞ്ഞ ഒരു കല്യാണം കഴിക്കണ്ടേ? അന്നേരം ഒരു കല്യാണം കഴിച്ചിട്ട് തീർച്ചയായിട്ടും ഞാൻ വരാം. എനിക്ക് പിന്നെ ഒരു പ്രശ്നവും ഇല്ല.
ഓക്കെ ഓക്കെ നീ കല്യാണം കഴിച്ചു. കല്യാണം കഴിഞ്ഞ സമയത്ത് നാരദര് വിചാരിച്ചു ഇവൻ ഈ കഴുതയുടെ കൂട്ട് ജീവിതം നയിക്കുക, എന്തിനാ ഇവിടെ ഇങ്ങനെ ഈ ഭൂമി കിടക്കുന്നേ എന്ന് പറഞ്ഞിട്ട് നാരദര് അന്നേരവും വന്നു. പക്ഷെ പറഞ്ഞു, അയ്യോ ഞാനിപ്പം കല്യാണം കഴിച്ചുള്ളൂ, എനിക്കൊരു കുട്ടികൾ ഉണ്ടാവണ്ടേ, കുട്ടി ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവളെ ഏൽപ്പിച്ചിട്ട് എനിക്ക് അങ്ങ് വരാമല്ലോ. അങ്ങനെ കുട്ടികൾ 2-3 ഉണ്ടായി. എന്നിട്ടും പിന്നെ കുട്ടികൾ ഉണ്ടായതിന് കഴിഞ്ഞ ശേഷം നാരദര് വന്നു. എന്നിട്ട് കുട്ടികൾ വലുതാവണമെന്ന് പറഞ്ഞു. കുട്ടികൾ വലുതായി. എന്നിട്ട് അവരുടെ കല്യാണം കഴിയട്ടെ, എന്നിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞു. എന്നിട്ടും കല്യാണം കഴിഞ്ഞു. അവസാനം നാരദർക്ക് മനസ്സിലായി ഇവന് ഒരിക്കലും നേരെയാവാൻ പോകുന്നില്ലെന്നുള്ളത്. അത് ഈ കിട്ടൻ ആരാ? നമ്മളല്ല, നമ്മുടെ എല്ലാം പ്രതീകങ്ങളാണ്. പ്രതീകമാണ് ഈ കിട്ടൻ എന്ന് പറയുന്ന ആള്. എന്താ, നമ്മുടെ ആഗ്രഹങ്ങൾക്ക് ഒരു പരിധിയില്ല, ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. അവസാനം എന്തായി? ഒരു സമയം നമുക്ക് ഈ ഭൂലോകത്ത് പറഞ്ഞിട്ടുണ്ട്. ആ ഭൂലോകത്തിലെ ആ സമയം കിട്ടന്നെ കഴിഞ്ഞ സമയത്ത് എന്തായി? നേരെ അവനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പട്ടിയായിട്ടുള്ള ജന്മം കിട്ടി. നോക്കുപോലും മനുഷ്യ ജന്മം കിട്ടിയിട്ട് എന്താ, ആ ആഗ്രഹങ്ങള്, ആ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് അവന്റെ വീട്ടിൽ തന്നെ അവനെ പട്ടിയായിട്ട് ജനിപ്പിച്ചു എന്നുള്ളതാണ്. അങ്ങനെ അവന്റെ മക്കളെയൊക്കെ ദേഖ്പാല് ഗാർഡായിട്ടാണെന്നുണ്ടെങ്കിൽ ആ പട്ടി അവിടെ ഇങ്ങനെ ഇരിക്കുക. ഒരു നാരദരിങ്ങനെ ലോകസഞ്ചാരിയല്ലേ, നോക്കുന്ന സമയത്ത് അവരെ കിട്ടണമെന്നുണ്ടെങ്കിൽ പട്ടിയായിട്ട് ഇരിക്കുന്നു. ഇതെന്താ? നേരെ താഴെ പറഞ്ഞു, നീ നിനക്കറിയാമോ, നിന്നെ ഞാൻ എത്ര ശ്രമിച്ചതാണ് നിന്നെ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, പക്ഷെ നീയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വന്നതേയില്ല. ഇപ്പം കണ്ടില്ലേ ഈ എന്താ പറയുന്ന പട്ടികളുടെ ജോലി നമുക്കറിയാമല്ലോ. ഈ ഒരു താഴ്ന്ന ജോലിയിലേക്ക് നീ പോയി കഴിഞ്ഞല്ലോ, എന്ത് കഷ്ടമാന്ന് പറഞ്ഞിട്ട്, എന്നാൽ ഇനിയെങ്കിലും നിന്നെ ഞാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മോചിപ്പിക്കുക, അതുകൊണ്ട് നീ എന്റെ കൂടെ വരുമെന്ന് പറഞ്ഞു. ഇല്ലില്ലില്ല, എന്റെ മക്കളെ നോക്കാനെ കൊണ്ട് ഇവിടെ ആരും ഇല്ല കേട്ടോ. ആ പിള്ളേർക്കെങ്ങും ഒന്നും അറിയില്ല. കൊച്ചു പിള്ളേരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൊച്ചുമക്കളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അറിയത്തില്ല. അത് ഞാനില്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ദുരിതമാണ്. അരെ നമ്മളും ചിന്തിക്കുന്ന ഇതേ ഒരു കാര്യമാണ്. എന്താ ചിന്തിക്കുന്നത്? ഞാനില്ലെങ്കിൽ ഒന്നുമില്ല, ചുമ്മാതാ. ഞാനില്ലെങ്കിൽ എല്ലാം ഉണ്ട്. ഒരു പക്ഷെ നമ്മളില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടിനുണ്ടല്ലോ, അതിലും ഭംഗിയായിട്ട് നടക്കും എന്നുള്ളത്. പക്ഷെ നമ്മുടെ ഞാൻ എന്നുള്ള ആ ഒരു ഭാവത്തിലാണ് നമുക്ക് ഇങ്ങനെയുള്ള ഒരു വർത്തമാനം വരുന്നത് എന്നുള്ളതാണ്. എന്നിട്ട് നാരദർക്ക് മനസ്സിലായി ഇവൻ ഇനിയും വരാൻ തയ്യാറല്ല എന്നുള്ളത്. എന്നിട്ട് അവസാനം നാരദർ പാട്ടിന് പോയി. കുറെ നാൾ കഴിഞ്ഞപ്പോ പിന്നെയും ഒന്ന് വന്ന് നോക്കുന്ന സമയത്ത് അവിടെ നല്ലൊരു പാമ്പ് ആ ഏരിയയില് അവരുടെ വീടിന്റെ ആ ചുറ്റുപറ്റിന് ഇങ്ങനെ ഒരു പാമ്പ് ഉണ്ട്. അത് നാരദരല്ലേ, അദ്ദേഹത്തിന് എല്ലാം അറിയുന്ന ആളല്ലേ. നാരദർ നോക്കുന്ന സമയം ആരും കിട്ടനായി പാമ്പാട്ട് വന്നിരിക്കുന്നത്. എന്താ ജീവിതം നോക്കുപോലും. അവസാനം നാരദർക്ക് ദയ തോന്നി. അതാണ് യഥാർത്ഥ വൈഷ്ണവര്. ആരോടായി കഴിഞ്ഞു കഴിഞ്ഞാലും ദയ തോന്നും. അതുകൊണ്ട് എന്ത് ചെയ്തു? നാരദര് പറഞ്ഞു, കിട്ടാ, നിന്നെ ഞാൻ എത്രയോ വിളിച്ചതാണ് വൈകുണ്ഠത്ത് വരാൻ വേണ്ടിയിട്ട്, പക്ഷെ നീയെ പിന്നെയും നീച്ച ജോനിയിലേക്കാണ് ജന്മം എടുത്തു പോകുന്നത്. ഇനിയെങ്കിലും നീ എന്റെ കൂടെ വാന്ന് പറഞ്ഞു. പക്ഷേ അന്നേരം കിട്ടാൻ പറയുന്നത് എന്തോന്നു, ഈ കൃഷിസ്ഥലത്തെല്ലാം എലിയുണ്ട്. അതായത് ഈ എലികളൊക്കെ പിടിച്ചു തിന്നാൻ ഞാൻ വേണം, അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാലും എന്റെ പിള്ളേരെ കൃഷിയെല്ലാം ഈ എലി നശിപ്പിക്കും. നോക്ക് പോലും ആ ആഗ്രഹം എവിടം വരെയാ പോയിരിക്കുന്നത് നോക്കുപോലും. എന്നാൽ ഇപ്പം നിന്നെ കാണിച്ചാൽ നീ ഏത് മക്കൾക്ക് വേണ്ടിയിട്ടാണോ നീ ഇത്രയും നിന്റെ ജന്മം പാഴാക്കിയത്, എന്നിട്ട് ഈ മക്കൾ നിന്നെ എന്താ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നാരദർ എന്ത് ചെയ്തു? ആ പിള്ളേരോട് ചെന്ന് ഒരു സാധാരണ ഒരാടെ കൂട്ടത്തിൽ ഒന്ന് പറഞ്ഞു, നിങ്ങളുടെ പറമ്പിലുണ്ടല്ലോ വലിയൊരു പാമ്പുണ്ട് കേട്ടോ, എന്തെങ്കിലും ചെയ്താൽ അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് ഈ എല്ലാവരും കൂടെ വടിയും തടിയായിട്ട് വരുന്ന സമയത്ത് ആ പാമ്പ് അന്നേരം ഞാൻ പാമ്പിന് പറയാൻ പറ്റും, ഞാൻ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ എന്നെ അടിച്ചു കൊല്ലല്ലേ എന്നൊക്കെ പറയാൻ പറ്റുമോ? ഇല്ല. എന്നിട്ട് എന്ത് ചെയ്തു? ആ പിള്ളേരെല്ലാരും കൂടെ അതിനെ അടിച്ചു കൊന്നു എന്നുള്ളത്. അവസാനം നോക്കുപോലും ജീവിതം എവിടെ നിന്നിട്ട് എവിടം വരെയാ പോയിരിക്കുന്നതെന്ന്. ഇത് നമ്മളാണ്. ഈ കിട്ടെന്ന് പറഞ്ഞാൽ നമ്മളാണ്. നമ്മുടെ ആഗ്രഹങ്ങൾക്ക് ഒരു പരിധിയില്ല. അതുകൊണ്ട് ഈ ആഗ്രഹങ്ങൾക്ക് നമ്മൾ കടിഞ്ഞാണിടണം. ആ കടിഞ്ഞാണിട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം എന്താണ്? വട്ട സീറോയാണ്. ആ സീറോയുടെ ഇപ്പുറത്ത് നമ്മൾ ഒരു ഒന്നിനെ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാലോ നമ്മുടെ ജീവിതം ആനന്ദം പരിപൂർണം, ആനന്ദം പരിപൂർണം. ആ ഗോപാലൻ നമ്മളെ രക്ഷിച്ചോളും, ആ ഗോവിന്ദൻ നമ്മളെ രക്ഷിച്ചോളും, ശ്യാമസുന്ദരൻ നമ്മളെ രക്ഷിച്ചോളും. ഇന്ന് കൃഷ്ണ ബൽറാം ജയന്തിയാണ്. എല്ലാവരും ആഘോഷിക്കുക. ബൽറാം സ്വാമിയെ മനസ്സാലെ ധ്യാനിക്കുക. അതേപോലെ തന്നെ ഇനി ആയിക്കഴിഞ്ഞു കഴിഞ്ഞാലും ജന്മാഷ്ടമിക്ക് ആയിക്കഴിഞ്ഞാലും നിങ്ങൾ ഒരു ടെൻഷനും വെക്കണ്ട. ആ കള്ളക്കണ്ണൻ നിങ്ങളുടെ കൂടെ തന്നെ കാണും. നിങ്ങൾ
എല്ലാവരും നോക്കൂല, ഭൂമിദേവിക്ക് ഭാരം വന്ന സമയത്ത് എന്ത് ചെയ്തത്? എല്ലാവരും കൂടി ചെയ്തിട്ട് വൈകുണ്ഠനാഥനെ സാക്ഷാത് ശ്രീകൃഷ്ണ പരമാത്മാവിനെ സ്തുതിക്കുക ചെയ്ത്. അതേപോലെ നമുക്കും ഭഗവാനെ സ്തുതിക്കാം. ഇഷ്ടംപോലെ സ്തുതികളുണ്ട്. ശ്രീകൃഷ്ണ ശരണം ശ്രീകൃഷ്ണ ശരണം ശ്രീകൃഷ്ണ ശരണം ഹരേ. നമ്മുടെ മനസ്സാലെ പറയണം, ഭഗവാനെ അങ്ങല്ലാതെ എനിക്കൊരു ആശ്രയമില്ല, അതുകൊണ്ട് അങ്ങയുടെ ഈ തൃപാദത്തിൽ എനിക്ക് ശരണം തരണമേ ഭഗവാനെ, ശുദ്ധ കൃഷ്ണഭക്തി തരണേ. ആ ശുദ്ധം എന്നുള്ളത് അവിടെ മെയിനായിട്ടൊരു അണ്ടർലൈൻ ചെയ്യേണ്ട ഒരു വേർഡാണ്. അല്ലാതെ വെറും കാണിപ്പല്ല വേണ്ടുന്ന. കാണിപ്പുകാരെ നമ്മൾ ഒരുപാട് കാണുന്നുണ്ട്, അങ്ങനെ കാണിപ്പുകാരുടെ പതനവും നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? ശുദ്ധ കൃഷ്ണഭക്തരായി തരണമേ എന്നുള്ള, അപരാധം കൂടാതെ സേവ ചെയ്യാനുള്ള അനുഗ്രഹം തരണേ ഭഗവാനെ എന്നുള്ള ആ ഒരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് കോടി ജന്മം നൽകിയാലും നോമ്പ് നോറ്റു ഞാനിരിക്കാം, ഏതു നാമം ഭജിക്കേണ്ടു രാധികാതൻ ചിത്തച്ചോരാന്ന് ഭജിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. ഹരേ കൃഷ്ണ. ഹരിബോൽ. വഞ്ചാകൽപതരൂപേച്യ കൃപാസിന്ധൂഭ്യേവച്യ പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവവൃന്ദ കീ ജയ. രാധേശ്യാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭഗവാൻ പറയുന്നത് ഹരേ കൃഷ്ണ.